ഹലോ, നമ്മൾ ഓൾറെഡി പാർട്ട് 1 പാർട്ട് 2 ഒഫ്താലിട്ടായിരുന്നു. അപ്പോൾ ഒഫ്താൽമോളജി നമുക്ക് വേഗം ഫിനിഷ് ചെയ്യണ്ടേ? നോക്കാം, ബാക്കി നോക്കാം. പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഓൾസോ നോൺ ആസ് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. കൺജഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും ഓക്കെ ആംഗിൾ ക്ലോസ് ആയി ആലോചിക്കണം. ഓക്കെ, അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ അത് തന്നെയാണ് പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. മോസ്റ്റ് കോമൺലി യങ് അഡൽട്ടിലാണ്. പാത്തോളജി പറയുമ്പോൾ പൊസിഷൻ ഓഫ് പ്യൂപ്പിലറി മാർജിൻ എഗെയിൻസ്റ്റ് ലെൻസ് സർഫേസ് ഇൻ മിഡ് ഡയലേറ്റഡ് പ്യൂപ്പിൾ. സോ അക്വസ് കനോട്ട് ഫ്ലോ ഫ്രം പോസ്റ്റീരിയർ ചാമ്പർ ടു ആന്റീരിയർ ചാമ്പർ. ഇങ്ങനെ അക്വസിന് പോസ്റ്റീരിയർ ചാമ്പറിൽ നിന്ന് ആന്റീരിയർ ചാമ്പറിലോട്ട് പോകാണ്ടിരിക്കാൻ മീൻസ് കഴിയുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ആന്റീരിയറിലുള്ള ഐറിസ് ബോ ചെയ്യും. അതാണ് ഐറിസ് ബോംബെ. ഇങ്ങനെ ഐറിസ് ബോംബെ ഐറിസ് ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ ബോ ചെയ്ത് നിൽക്കല്ലേ. ഇത് കാരണം ഐറിസ് ട്രബക്കുലാർ മെഷുവർക്ക് കോർണിയ മൂന്നും കൂടെ കോണ്ടാക്റ്റിലാവും. എന്ന് വെച്ചാൽ ഇറിഡോ ട്രബക്കുലോ കോർണിയൽ കോണ്ടാക്ട് ഉണ്ടാവും. ഇങ്ങനെ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഐറിസ് ഇങ്ങനെ ആന്റീരിയർലി പുഷ് ചെയ്യുന്നത് കാരണം ഐറിസ് ഗെറ്റ് അഡ്ഹേർഡ് ടു കോർണിയ ആൻഡ് ട്രബക്കുലാർ മെഷുവർക്ക്. സോ ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് പെരിഫറൽ ആന്റീരിയർ സൈനക്കെ. So, formation of primary angle closure glaucoma, central deep anterior chamber and peripheral shallow anterior chamber. So, a position of pupillary margin against lens surface in mid dilated pupil. Aqueous cannot flow from posterior chamber to anterior chamber. Iris bombay. Iridotrabeculocorneal contact. Peripheral anterior synechiae. ഇതുവഴി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഉണ്ടാവുന്നു. റിസ്ക് ഫാക്ടേഴ്സ് പറയുമ്പോൾ ഹൈപ്പർമെട്രോപ്പിക് ആയിട്ടുള്ള ആൾക്കാർ, ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ അവരുടെ ആക്സിയൽ ലെങ്ത് സ്മോൾ അല്ലേ, അതൊരു കാരണം. പിന്നെ സ്മോൾ കോർണിയ ചെറുതാവുന്നത് കാരണം സ്മോൾ കോർണിയ ആകുമ്പോൾ ഡയമീറ്റർ ഡിക്രീസ്ഡ് ആയിരിക്കും. പിന്നെ ഷാലോ ആന്റീരിയർ ചാമ്പർ ഷാലോ ആവുന്നത്. അതുപോലെ ഫീമെയിൽസ്. പിന്നെ പ്ലാറ്റ്യൂ ഐറിസ്, ആന്റീരിയർലി ലൊക്കേറ്റഡ് ഐറിസ്, അതൊക്കെ റിസ്ക് ഫാക്ടറാണ്. ഇനി നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ആംഗിൾ ക്ലോഷർ സസ്പെക്ട്, പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ഇതിൽ പ്രൈമറി ആംഗിൾ ക്ലോഷർ സസ്പെക്ട് എന്ന് പറയുമ്പോൾ ഐഒപിയും ഒപ്റ്റിക് ഡിസ്കും ഒക്കെ നോർമൽ ആണ്. പക്ഷെ ഒപ്പോസിഷൻ വിത്ത് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3 ക്വാഡ്രന്റ് എന്നാ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇറിഡോ ട്രബക്കുലോ കോർണിയൽ കോണ്ടാക്ട് ഉണ്ട് പ്രൈമറി ആംഗിൾ ക്ലോഷർ സസ്പെക്റ്റിൽ. എന്നാൽ പ്രൈമറി ആംഗിൾ ക്ലോഷർ എന്നുള്ളതിൽ ഐഒപി ഇൻക്രീസ്ഡ് ആണ്, ഒപ്റ്റിക് ഡിസ്ക് നോർമൽ ആണ്, പെരിഫറൽ ആന്റീരിയർ സൈനക്കെ പ്രസന്റ്. ഇനി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഇതിൽ ഒപ്റ്റിക് ഡിസ്കും വിഷ്വൽ ഫീൽഡ് ചേഞ്ചസും പ്രസന്റ് ആണ്. ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഹെഡേക്ക്, ലോസ് ഓർ ബ്ലറിംഗ് ഓഫ് വിഷൻ, പെയിൻ ഇൻ ഐ, നോസിയ, വോമിറ്റിംഗ്, റെഡ്നെസ്, ഹാലോസ് അറൌണ്ട് ലൈറ്റ്. സൈൻസ് കണ്ണില് മെയിൻ സൈൻ എന്താ? സിവിയർ പെയിൻ ഇൻ ഐ. ഡിജിറ്റൽ ടോണോമെട്രി വെച്ച് നോക്കുമ്പോൾ റോക്ക് ഹാർഡ് ഐ ആയിരിക്കും. ടോർച്ച് ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ എക്ലിപ്സ് സൈൻ. പ്യൂപ്പിൾ മിഡ് ഡയലേറ്റഡ് ആണ്, വെർട്ടിക്കലി ഓവൽ ആണ്, ഫിക്സ്ഡ് ആണ്. സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ കോർണിയ എഡിമാറ്റസ് ആണ്, ഹെയ്സി കോർണിയ, പോസ്റ്റീരിയർ സൈനക്കെ, ഐറിസ് എട്രോപ്പി. ട്രീറ്റ്മെന്റ് എന്താ? ഇതൊരു ഒക്യുലർ എമർജൻസി ആണല്ലോ, അപ്പൊ വേഗം IV ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഇവിടെ അക്യൂട്ട് എക്സസർബേഷൻ അല്ലേ ഉള്ളത്, അപ്പൊ നമ്മൾ IOPനെ വേഗം കുറക്കണം. ഇങ്ങനെ കുറക്കാൻ വേണ്ടിയിട്ട് വേഗം ഒന്നുകിൽ IV മാനിറ്റോളിന് കൊടുക്കും. ഒരു 30 മിനിറ്റിലോട്ട് IV മാനിറ്റോൾ കൊടുത്തു, അല്ലെങ്കിൽ ടാബ്ലറ്റ് അസെറ്റസോലമൈഡ്. അങ്ങനെ ആകുമ്പോൾ IOP പെട്ടെന്ന് കുറയും. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? പൈലോകാർപ്പൈൻ ഐ ഡ്രോപ്സ്. പൈലോകാർപ്പൈൻ ആരാ? മയോട്ടിക് ആണ്. സോ ഇവര് ഐറിസിനെ പുള്ളേയും ഓപ്പൺസ് ദി ആംഗിൾ ഓഫ് ആന്റീരിയർ ചാമ്പർ. പിന്നെ വേറൊന്ന് ലേസർ ഐറിഡോട്ടമി, ക്രിയേഷൻ ഓഫ് ഹോൾ ഇൻ ഐറിസിൽ ഹോൾ ഉണ്ടാക്കുന്നതാണ് ലേസർ ഐറിഡോട്ടമി. അതാണ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആയിട്ടും പറയുന്നത്. ഇനി ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ. ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ലെൻസ് അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സെക്കൻഡറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഉണ്ട്, സെക്കൻഡറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും. ഇതിൽ സെക്കൻഡറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ തന്നെ രണ്ട് ടൈപ്പ്, ഫാക്കോമോർഫിക്കും ഫാക്കോടോപ്പിക്കും. ഫാക്കോമോർഫിക് എന്ന് പറയുമ്പോൾ മോർഫിക് എന്നല്ല, അപ്പൊ മോർഫോളജിക്ക് ചേഞ്ച് വരിക എന്നല്ല അർത്ഥം. എന്ന് വെച്ചാൽ സ്വള്ളൻ, ലെൻസ് സ്വള്ളനായി ഫാക്കോമോർഫിക്കിൽ. ഫാക്കോടോപ്പിക് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ആന്റീരിയർ ലെൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണമുള്ളതാണ് ഫാക്കോടോപ്പിക്. ഈ രണ്ടെണ്ണം. ഇനി അപ്പം ഇവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം സെയിം സെക്കൻഡറി ആംഗിൾ ക്ലോഷർ, ഇവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുടെ അതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ലെൻസ് എപ്പോഴും കാറ്ററാക്റ്റീഷ്യസ് ആയിരിക്കും, സ്വള്ളനായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? IV മാനിറ്റോളിന് കൊടുക്കും, സിസ്റ്റമിക് അസെറ്റസോലമൈഡ്, ടോപ്പിക്കൽ ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കും. പിന്നെ ലേസർ ഐറിഡോട്ടമി ചെയ്യും. നമ്മൾ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിലും ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആയിട്ട് ലേസർ ഐറിഡോട്ടമി അല്ലേ പറഞ്ഞത്. ഐറിസിലൊരു ഹോൾ ഉണ്ടാക്കും, അത് ചെയ്യും. പിന്നെ കാറ്ററാക്ട് അല്ലേ ലെൻസ്, അപ്പം അതിനെ സർജറി ചെയ്ത് ഒഴിവാക്കി
ഇൻട്രാഓക്കുലർ ലെൻസിന് ഇംപ്ലാന്റ് ചെയ്യും, അതൊക്കെ ചെയ്യും. ഇനി സെക്കൻഡറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. സെക്കൻഡറി ഓപ്പൺ ആംഗിളിൽ ഫാക്കോലിറ്റിക്കും ഉണ്ട്, ലെൻസ് പാർട്ടിക്കിളും ഉണ്ട്, ഫാക്കോ അനാഫിലാറ്റിക്കും ഉണ്ട്, 3 ഫാക്കോലിറ്റിക്, ലെൻസ് പാർട്ടിക്കിൾ ഗ്ലോക്കോമ, ഫാക്കോ അനാഫിലാറ്റിക്. ഇതിൽ ഫാക്കോലിറ്റിക് എന്ന് പറയുമ്പോൾ ലൈസിസ് എന്നല്ലേ അർത്ഥം. സംഭവം ഫാക്കോലിറ്റിക്കൽ എന്താ സെക്കൻഡറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ അതേപോലെ തന്നെയാണ്, മീൻസ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ അതേപോലെ തന്നെയാണ് ഇതിനെന്നാ പറയുന്നത് ഫീച്ചേഴ്സ് ഒക്കെ. പിന്നെ ലെൻസ് പ്രോട്ടീൻസ് ഒക്കെ അവിടെ ക്ലോഗ് ചെയ്ത് കിടന്നു. ലെൻസ് പ്രോട്ടീൻസ് ക്ലോഗ്ഡ് ബൈ മാക്രോഫേജസ് കോസ്ഡ് ബൈ മോർഗാഗ്നിയൻ കാറ്ററാക്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലീക്കേജ് ഓഫ് ലെൻസ് പ്രോട്ടീൻസിന്റെ ഒക്കെ ലീക്കേജ് ഒക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ എന്തായാലും കാറ്ററാക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ ഹൈപ്പർ മെച്ചുവർ കാറ്ററാക്ട്, ആന്റിയർ ചാമ്പർ ഡീപ്പ് ആയിരിക്കും. മാനേജ്മെന്റ് ആയിട്ട് ഓക്കെ, ഇത് ഫേക്കോലിറ്റിക്കൽ. ഇതിൽ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് IOP കുറക്കാം, പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് ഹൈപ്പർ മെച്ചുവർ കാറ്ററാക്ടേഴ്സ് ലെൻസിനെ എക്സ്ട്രാക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൽ തന്നെ വേറെന്താ ലെൻസ് പാർട്ടിക്കിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞില്ലേ, ഇത് ലെൻസ് പാർട്ടിക്കിൾസ് എവിടെ ഈ ഇങ്ങനെ അക്വസ് ഹ്യൂമറിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യുന്നത് കാരണം ട്രബക്കുല മെഷുവോക്കിനെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ലെൻസ് പാർട്ടിക്കിൾ ഗ്ലോക്കോമ. ഇതിനൊക്കെ മാനേജ്മെന്റ് സെയിം ആണ്, IOP കുറക്കുക, പിന്നെ ഇറിഗേഷൻ, ആസ്പിറേഷൻ ഓഫ് ലെൻസ് പാർട്ടിക്കിൾ. ഓക്കെ, ബൂഫ്താൽമോസ് എന്ന് പറയുമ്പോൾ നോർമൽ കോർണിയൽ ഡയമീറ്റർ 10.5 mm ആണ്. അപ്പം അതിനേക്കാളും കൂടുമ്പോഴാണ് നമ്മൾ ബൂഫ്താൽമോസ് എന്ന് പറയുന്നത്. ഒരു 13 mm കൂടുന്നു ഇതിൽ. അപ്പം ഇങ്ങനെ ഡയമീറ്റർ നല്ലോണം കൂടുമ്പോൾ സ്ക്ലീറ അല്ലേ ഔട്ടർ, ഈ സ്ക്ലീറ ഭയങ്കര തിന്നായി, സ്ക്ലീറ സ്ട്രെച്ചായി. അപ്പം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്കലി ഇതിന്റെ സ്ക്ലീറേനെ നമ്മൾ ബ്ലൂ സ്ക്ലീറ എന്ന് പറയാം, ബ്ലൂ സ്ക്ലീറ. പിന്നെ ആന്റിയർ ചാമ്പർ ഡീപ്പാണ്. പിന്നെ എന്നാ ഈ മയോപ്പിക് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെയാണ് എന്തായാലും ഇങ്ങനെ വലിയ മീൻസ് കോർണിയൽ ഡയമീറ്റർ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എന്തായാലും ആൾ മയോപ്പിക് ആവില്ലേ, അപ്പൊ മയോപ്പിയ. പിന്നെ ബ്ലൂ ഐസ്, കൺജനൈറ്റൽ ഗ്ലോക്കോമയിലൊക്കെ ബ്ലൂ ഐസ് ഇതിന്റെ ഇതായിട്ട് പറയുന്നുണ്ട്. ഇനി വിട്രിയസ് ഹെമറേജിന്റെ കോസ്, ഹെമറേജ് അല്ലേ, ഈ വിട്രിയസ് ഹെമറേജ് എന്തൊക്കെ വഴി ഉണ്ടാവാം? ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, കോട്സ് ഡിസീസ്, ഈൽസ് ഡിസീസ്, ട്രോമ, റെറ്റിനൽ ബ്രേക്സ്, വിട്രിയസ് ഡിറ്റാച്ച്മെന്റ്, അനീമിയ, ലുക്കീമിയ, സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, പിന്നെ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ, പർപ്യൂറ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇപ്പം ഹെമറേജ് സ്മോൾ ആണോ ലാർജ് ആണോ നോക്കും. സ്മോൾ ഹെമറേജ് ആണെങ്കിൽ ഓക്കെ, സഡൻ ഓൺസെറ്റ് ഓഫ് ഫ്ലോട്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഹെമറേജ് ലാർജ് ആവുമ്പോൾ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആയിട്ട് മാറും. ഇനി നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കും, ഓൺ എക്സാമിനേഷൻ ആന്റിയർ സെഗ്മെന്റ് നോർമൽ ആയിരിക്കും, പക്ഷെ നോ റെഡ് ഗ്ലോ, നോ വിഷ്വലൈസേഷൻ ഓഫ് ഫണ്ടസ് ഇൻ ലാർജ് ഹെമറേജ്. ഡയഗ്നോസ് എങ്ങനെയാ? B-scan, ultrasonography. Complication, vitreous liquefaction, degeneration, retinitis proliferans. ഇനി ന്യൂറോ ഓഫ്താൽമോളജി, ഇതിൽ മെയിൻ ഏതൊക്കെയാ? ഒപ്റ്റിക് അട്രോഫി, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, പാപ്പിലെഡിമ. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിൽ ഒപ്റ്റിക് അട്രോഫി എന്ന് പറയുമ്പോൾ ഇതിന്റെ ടൈപ്പ് പ്രൈമറി, കോൺസിക്യൂട്ടീവ്, പോസ്റ്റ് ന്യൂറോട്ടിക്, ഗ്ലോക്കോമാറ്റസ്, വാസ്കുലാർ. പ്രൈമറി ഒപ്റ്റിക് അട്രോഫി എന്ന് പറയുമ്പോൾ ലീഷൻ പ്രോക്സിമൽ ടു ഒപ്റ്റിക് ഡിസ്കിന് പ്രോക്സിമൽ ആയിട്ടാണ്. മോസ്റ്റ് കോമൺ കോസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ്, ഇഡിയോപ്പതിക് റിട്രോപൾബാർ ന്യൂറൈറ്റിസ്, ടോക്സിക് ആംബ്ലയോപ്പിയ. ഒഫ്താൽമോളജിക്കലി നോക്കുമ്പോൾ ഡിസ്ക് ചോക്കി വൈറ്റ് ആണ്, മാർജിൻസ് വെൽ ഡിഫൈൻഡ്, ലാമിന ക്രിബ്രോസ വിസിബിൾ, റെറ്റിനൽ വെസൽ സറൗണ്ടിങ് നോർമൽ. അപ്പം പ്രൈമറി ഒപ്റ്റിക് അട്രോഫിയിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രോക്സിമൽ ടു ഒപ്റ്റിക് ഡിസ്ക് ആണ് ലീഷൻ, ഓക്കെ. മാർജിൻസ് വെൽ ഡിഫൈൻഡ് ആണ്, ലാമിന ക്രിബ്രോസ വിസിബിൾ ആണ്, റെറ്റിനൽ വെസൽസ് സറൗണ്ടിങ് ഒക്കെ നോർമൽ ആണ്. ഒഫ്താൽമോസ്കോപ്പിയിൽ ഡിസ്ക് ചോക്കി വൈറ്റ് ആണ് കാണുന്നത്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഏതാ? കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഗാംഗ്ലിയോൺ സെല്ലിന്റെ ഡിസ്ട്രക്ഷൻ വഴി ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. മോസ്റ്റ് കോമൺ കോസ് എന്താ? റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, ഡിഫ്യൂസ് കൊറിയോ റെറ്റിനൈറ്റിസ്, പാത്തോളജിക്കൽ മയോപ്പിയ. ഒഫ്താൽമോസ്കോപ്പിയിൽ നോക്കുമ്പോൾ യെല്ലോ വാക്സി കളറിലാണ് കാണുക. നോട്ട് സോ ഷാർപ്ലി ഡിഫൈൻഡ് മാർജിൻസ് ഒന്നുമില്ല, അറ്റന്യൂഷൻ ഓഫ് വെസൽസ് ഒക്കെ കാണാൻ കഴിയും. പിന്നെ പോസ്റ്റ് ന്യൂറൈറ്റിക് ഒപ്റ്റിക് അട്രോഫി, ഇത് ലോങ് സ്റ്റാൻഡിങ് പാപ്പിലെഡിമ ഉള്ള ഒരാൾക്കാണ് ഇങ്ങനെ പോസ്റ്റ് ന്യൂറൈറ്റിക് ഒപ്റ്റിക് അട്രോഫി ഉണ്ടാവുക. അതെങ്ങനെയായിരിക്കും? ഡേർട്ടി വൈറ്റ് കളറിലായിരിക്കും. പിന്നെ എഡ്ജസ് ഒക്കെ ബ്ലേർഡ് ആയിരിക്കും, ഫിസിയോളജിക്കൽ കപ്പ് ഒബ്ലിറ്ററേറ്റഡ് ആയിരിക്കും, ലാമിന ക്രിബ്രോസ ഒന്നും വിസിബിളേ അല്ല, വെസൽസ് അറ്റന്യൂറ്റഡ് ആണ്, പെരിവാസ്കുലാർ ഷീത്തിങ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഇനി ഗ്ലോക്കോമാറ്റസ് ഒപ്റ്റിക് അട്രോഫി. ഗ്ലോക്കോമാറ്റസ് എന്ന് പറയുമ്പോൾ അതിലെന്താ? IOP കുറഞ്ഞു, ഡീപ്പ് ആൻഡ് വൈഡ് കപ്പിംഗ് ഓഫ് ഒപ്റ്റിക് ഡിസ്ക്, നാസൽ ഷിഫ്റ്റ് ഓഫ് വെസൽസ്. ഇനി വാസ്കുലാർ ഒപ്റ്റിക് അട്രോഫി. വാസ്കുലാർ എന്ന് പറയുമ്പോൾ ഇസ്ചീമിക് ഒപ്റ്റിക് അട്രോഫി. ഇതിൽ എന്തൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവാം? CRAO അല്ലെങ്കിൽ ജയന്റ് സെൽ ആർട്രൈറ്റിസ്, സിവിയർ ഹെമറേജ്, സിവിയർ അനീമിയ, ക്വിനൈൻ പോയിസണിങ്.
ഓക്കെ, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഇതിന്റെ ഇറ്റിയോളജി എന്തൊക്കെയാ? മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ലൈക്ക് വൈറ്റമിൻ B12, B2 ഡെഫിഷ്യൻസി, ഡയബറ്റീസ്, ഇനി വൈറൽ ഇൻഫെക്ഷൻസ്, മംസ്, മീസൽസ്, ചിക്കൻ ബോക്സ് കുട്ടികളിൽ, ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ലൈക്ക് സാർക്കോയിഡോസിസ്, TB, സിഫിലിസ്, പിന്നെ ഇൻഫെക്ഷൻ ഓഫ് അഡ്ജസൻറ്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് മെനിഞ്ചസ്, സൈനസ്, ഓർബിറ്റ്, ഇതൊക്കെ നമുക്ക് പറയാം. ഇനി അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിൻലി 3 ആയിട്ട് ക്ലാസ് ചെയ്യാം. പാപ്പിലൈറ്റിസ്, ന്യൂറോറെറ്റിനൈറ്റിസ്, റിട്രോബൾബാർ ന്യൂറൈറ്റിസ്. പാപ്പിലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് ഡിസ്കിന്റെ ഇൻഫ്ലമേഷൻ. ന്യൂറോറെറ്റിനൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ഒപ്റ്റിക് ഡിസ്ക് ആൻഡ് സറൗണ്ടിങ് റെറ്റിന. റിട്രോബൾബാർ ന്യൂറൈറ്റിസിൽ ഇൻഫ്ലമേഷൻ ഓഫ് ഒപ്റ്റിക് നെർവ് ബിഹൈൻഡ് ദി ഗ്ലോബ്. പാപ്പിലൈറ്റിസിൽ ഒപ്റ്റിക് ഡിസ്കിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ന്യൂറോറെറ്റിനൈറ്റിസിൽ ന്യൂറോറെറ്റിനൈറ്റിസ് അവിടെ റെറ്റിനൈറ്റിസ് ഇല്ല, അപ്പോൾ സറൗണ്ടിങ് റെറ്റിനയുടെ ഒപ്റ്റിക് ഡിസ്കിന്റെ ഇൻഫ്ലമേഷൻ. പിന്നെ റിട്രോബൾബാർ ന്യൂറൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഒപ്റ്റിക് നെർവ് ബിഹൈൻഡ് ദി ഗ്ലോബ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒരു പറയുമ്പോൾ യൂണിലാറ്ററൽ ആണ്, മോണോക്യുലാർ സഡൻ പ്രോഗ്രസീവ് വിഷൻ ലോസ്. പിന്നെ പുൾഫ്രിച്ച് ഫിനോമിനോനും ഊത്തോഫ് ഫിനോമിനോനും പറയുന്നുണ്ട്. പുൾഫ്രിച്ച് ഫിനോമിനോൻ എന്ന് പറയുമ്പോൾ പുൾഫ്രിച്ച് എന്ന് വെച്ചാൽ മൂവിങ് ആൾട്ടേർഡ് പെർസെപ്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഊത്തോഫ് സൈൻ എന്താ? വേഴ്സണിങ് ഓഫ് സിംറ്റംസ് വിത്ത് എക്സസൈസ് ഓർ ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴോ സിംറ്റംസ് വേഴ്സൺ ആവുന്ന പോലെ ഒരു ഫീൽ എന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിൽ ഓക്കെ, ഊത്തോഫ് സൈൻ ഉണ്ട്. പിന്നെ പുൾഫ്രിച്ച് ഫിനോമിനോൻ എന്താ? ആൾട്ടേർഡ് പെർസെപ്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ പെയിന് ബിഹൈൻഡ് ദി ഐബോളിൽ പെയിൻ, ഐ മൂവ്മെന്റിലും നല്ല പെയിൻ ഉണ്ടെന്ന് പറയുന്നത് മെയിൻലി റിട്രോബൾബാർ ന്യൂറൈറ്റിസിൽ. പിന്നെ വിഷ്വൽ ഇവോക്ഡ് റെസ്പോൺസ് അതിൽ നോക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ്ഡ് ആണ്, ഡിലേഡ് ട്രാൻസ്മിഷൻ ടൈം. പിന്നെ സൈൻസ് RAPD ആണ് ഏർലിയസ്റ്റ് സൈൻ, റെഡ്യൂസ്ഡ് വിഷ്വൽ അക്യൂട്ടി എന്നുവെച്ചാൽ ഇതിൽ കാണുന്നത് സെൻട്രൽ ഓർ സെൻട്രോസീക്കൽ സ്കോട്ടോമ. നമുക്ക് അതാ എങ്ങനെയാ ഒപ്റ്റിക് നെർവ് സ്വോളൻ ആയത്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻസ് വിഷ്വൽ ഫീൽഡ്, സെൻട്രോസീക്കൽ സ്കോട്ടോമ. പിന്നെ VP നോക്കുമ്പോൾ ഇൻക്രീസ് ഇൻ ലാറ്റൻസി ഓഫ് റെസ്പോൺസ്. MRI എടുക്കും ബ്രെയിനിന്റെ ഓർബിറ്റിന്റെ, എന്തിന്? ടു റൂൾ ഔട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. പിന്നെ ട്രീറ്റ്മെന്റ്, ഒപ്റ്റിക് ന്യൂറൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ട്രീറ്റ്മെന്റ് ട്രയൽ ONTT എന്നാ പറയുന്നത്. ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് സംഭവം. ഫസ്റ്റ് ഹൈഡോസ് IV മിഥൈൽ പ്രൊഡ്നിസോലോൺ 3 ദിവസത്തിന്, എന്നിട്ട് ഓറൽ പ്രൊഡ്നിസോലോൺ 11 ഡേയ്സിനും. അപ്പോൾ ടോട്ടലി 14 ദിവസത്തെ തെറാപ്പി. ഇനി ഓക്കെ, പാപ്പിലെഡിമ എന്ന് പറഞ്ഞാൽ ചോക്കഡ് ഡിസ്ക്. ഇതൊരു നോൺ ഇൻഫ്ലമേറ്ററി എഡിമ ഓഫ് ഒപ്റ്റിക് ഡിസ്ക് ആണ്. റൈസ്ഡ് ICT. കോമണസ്റ്റ് കോസ് ഓഫ് ബൈലാറ്ററൽ പാപ്പിലെഡിമ എന്ന് പറയുന്നത് എന്താ? ഇൻട്രാക്രേനിയൽ ടെൻഷൻ കൂടുന്നത്. ഇത് എന്തിലൊക്കെ വരാം? അപ്പം ഇൻട്രാക്രേനിയൽ ടെൻഷൻ കൂടാൻ ഈ ക്രേനിയൽ ക്യാവിറ്റിയിൽ വല്ല ട്യൂമേഴ്സും വന്നാൽ പോരെ. ട്യൂമേഴ്സ് ഓഫ് സെറിബെല്ലം, മെഡുല്ല, പെരേറ്റോ ഓക്സിപിറ്റൽ റീജിയൺ. പിന്നെ ഫോസ്റ്റർ കെനഡി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സിൻഡ്രോമിൽ പ്രഷർ ഓപ്റ്റിക് അട്രോഫി ഒരു സൈഡിലും പിന്നെ പാപ്പിലെഡിമ മറ്റൊരു സൈഡിലും ആണെന്ന് പറയുന്നുണ്ട്. ഫോസ്റ്റർ കെനഡി സിൻഡ്രോം, പ്രഷർ അട്രോഫി ഓൺ സൈഡ് ഓഫ് ലീഷൻ ആൻഡ് പാപ്പിലെഡിമ ഓൺ അതർ സൈഡ് ഓഫ് ലീഷൻ. ഇതിന്റെ പാത്തോഫിസിയോളജി പറയുമ്പോൾ ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ വിത്ത് ഇൻക്രീസ്ഡ് CSF പ്രഷർ. Increased pressure transmitted along subarachnoid space to optic nerve. Axoplasm flow is blocked. So stasis in optic nerve head. അത് കാരണം എന്തുണ്ടാവുക? ആക്സോണൽ ഫൈബേഴ്സ് ഒക്കെ സ്വെല്ലായി, എക്സ്ട്രാ സെല്ലുലാർ എഡിമ, വീനസ് കൺജഷൻ, സെക്കൻഡറി വാസ്കുലാർ ചേഞ്ച് ആയിട്ട്. നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനീഷ്യലി വിഷൻ നോർമൽ ആയിരുന്നു, പിന്നെ എന്തുണ്ടായി? പയ്യെ ട്രാൻസിയന്റ് ആയിട്ട് വിഷ്വൽ ഒബ്സ്കുറേഷൻ ഉണ്ടായി. അമരോസിസ് ഫുഗാക്സ്. ഇനീഷ്യലി എൻലാർജ്മെന്റ് ഓഫ് ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് പ്രോഗ്രസീവ് കൺട്രാക്ഷൻ ഓഫ് വിഷ്വൽ ഫീൽഡ്. ഗ്രാജുവലി പ്രോഗ്രസീവ് പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ. ഓഫ്താൽമോസ്കോപ്പിയിലൂടെ നോക്കുമ്പോൾ ബ്ലറിംഗ് ഓഫ് ഒപ്റ്റിക് ഡിസ്ക് മാർജിൻ. ഫസ്റ്റ് നാസലിലാണ് ബ്ലറിംഗ് ഉള്ളത്, പിന്നെ സുപ്പീരിയറിൽ, പിന്നെ ഇൻഫീരിയറിൽ, ലാസ്റ്റ് ടെമ്പോറൽ. ലോസ് ഓഫ് വീനസ് പൾസേഷൻസ്, വീനസ് എൻഗോജ്മെന്റ്, വീനസ് കൺജഷൻ. പിന്നെ എന്താ പറയുന്നത്? ഫില്ലിംഗ് ഓഫ് ഫിസിയോളജിക്കൽ കപ്പ് വിത്ത് ഗ്രാജുവൽ ഒബ്ലിറ്ററേഷൻ ഓഫ് ഫിസിയോളജിക്കൽ കപ്പ്. പിന്നെ പാറ്റേൺസ് ലൈൻസ് പറയുന്നുണ്ട്. റേഡിയൽ റെറ്റിനൽ ലൈൻസ് കാസ്കേഡിംഗ് ഫ്രം ഒപ്റ്റിക് ഡിസ്ക്. ഇനി ഡിസീസ് ഓഫ് റെറ്റിന മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CRAO, CRVO, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി, റിട്രോലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, പിഗ്മെന്ററി റെറ്റിനൽ ഡിസ്ട്രോഫി, പിന്നെ റെറ്റിനോബ്ലാസ്റ്റോമ. ഓരോന്നായിട്ട് നോക്കാം. അപ്പം CRAO എന്താ? സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ. ഇതൊരു ഒക്കുലാർ എമർജൻസി ആണ്. മോസ്റ്റ് കോമൺ കോസ് എംബോളയാണ്. ജെൻസൽ ആർട്രൈറ്റിസ്, SLE, വിജിനസ് ഗ്രാനുലോമാറ്റോസിസ്, സ്ക്ലീറോഡെർമ, ഇൻക്രീസ്ഡ് IOP. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുമ്പോൾ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ്. റെറ്റിന വൈറ്റ് ആയിരിക്കും എഡിമ കാരണം. പിന്നെ ചെറിയ റെഡ് സ്പോട്ട് ഫോവിയൽ, വാസ്കുലാർ കൊറോയിഡ് ഷൈനിങ് ത്രൂ തിൻ റെറ്റിന. ആർട്രിയോൾസ് നാരോ ആണ്, ബ്ലഡ് കോളംസ് സെഗ്മെന്റഡ് ആണ്. നമ്മൾ എങ്ങനെ പറയാം? കാറ്റിൽ ട്രാക്ക് അപ്പിയറൻസ് എന്ന് പറയും. മാർക്കഡ് നാരോയിങ് ഓഫ് റെറ്റിനൽ ആർട്ടറി ആൻഡ് മൈൽഡ് നാരോയിങ് ഓഫ് റെറ്റിനൽ വെയിൻസ്. പിന്നെ അട്രോഫിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഫ്ലൂറസൻ FFA നോക്കുമ്പോൾ
ഫ്ലൂറസെന്റ് ആൻജിയോഗ്രാഫിയിൽ നോക്കുമ്പോൾ ഡിലേ ഇൻ ആർട്ടീരിയൽ ഫില്ലിങ്ങിന് ഡിലേ ഉണ്ടെന്ന് കാണാം. ഇനി നമ്മൾ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ മോസ്റ്റ്ലി 60 to 70 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെയിൻലി ഉണ്ടാവുക. ഇറ്റിയോളജി പറയുമ്പോൾ എന്താ, പ്രഷർ ഓൺ വെയിൻ, വെയിനിൽ പ്രഷർ ഉണ്ടാവുന്നു ഡ്യൂ ടു അതിറോസ്ക്ലെറോറ്റിക് റെറ്റിനൽ ആർട്ടറി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ലൈക്ക് പോളിസൈത്തീമിയ, ഹൈപ്പർലിപ്പിഡീമിയ, ലുക്കീമിയ, പിന്നെ SLE, സിഫിലിസ്, പിന്നെ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ഓർബിറ്റൽ ട്യൂമേഴ്സ്. ഇത് 2 ടൈപ്പ് ഉണ്ട് റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ. ഇസ്ചീമിക്കും ഉണ്ട്, നോൺ ഇസ്ചീമിക്കും ഉണ്ട്. ഇസ്ചീമിക് എന്ന് പറയുമ്പോൾ ഹെമറേജിക് റെറ്റിനോപ്പതി, നോൺ ഇസ്ചീമിക് എന്താ, വീനസ് സ്റ്റാസിസ് റെറ്റിനോപ്പതി. അപ്പം നോൺ ഇസ്ചീമിക് ആണ് 75%. ഏർലി ആയിട്ട് നോക്കുമ്പോൾ മൈൽഡ് കൺജഷൻ ആൻഡ് ടോർച്ചോസിറ്റി, സൂപ്പർഫിഷ്യൽ ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജസ് ഒക്കെ കാണാം. എന്നാൽ ലേറ്റിൽ എന്താ 6 to 9 മന്തിൽ റെറ്റിനൽ ഹെമറേജ്, പിന്നെ ക്രോണിക് സിസ്റ്റോയിഡ് എഡിമ 15%ഉം ഒരു 4 മാസത്തിൽ എന്താവും ഇസ്ചീമിക് ആയിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. 30% ഒരു 5 വർഷത്തിലും ഇസ്ചീമിക് ആയിട്ട് മാറും. ഇനി ഇസ്ചീമിക് എന്ന് പറയുമ്പോൾ ഹെമറേജിക്, സഡൻ കംപ്ലീറ്റ് ഒക്ലൂഷൻ ഓഫ് റെറ്റിനൽ വെയിൻ, സഡൻ വിഷ്വൽ ലോസ് ആൻഡ് RAPD. ഫണ്ടസ് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഏർലി ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും, മാർക്കഡ് ടോർച്ചോസിറ്റി, എൻഗോജ്മെന്റ്, കൺജഷൻ ഓഫ് റെറ്റിനൽ വെയിൻസ്, മാസീവ് റെറ്റിനൽ ഹെമറേജ്, സ്പ്ലാഷ് ടൊമാറ്റോ അപ്പിയറൻസ്, ടൊമാറ്റോ കെച്ചപ്പ് അപ്പിയറൻസ് എന്നൊക്കെ പറയും. പിന്നെ ന്യൂമറസ് കോട്ടൺ വൂൾ സ്പോട്സ്, ഒരു 6 to 10 ഒക്കെ ഉണ്ടാവും കോട്ടൺ വൂൾ സ്പോട്ട്. ഡിസ്ക് എന്താ, ഹെഡിമാറ്റസ് ആണ്, ഹൈപ്പറീമിയ ഉണ്ട്. പിന്നെ ലേറ്റ് സ്റ്റേജിൽ എന്തൊക്കെ ഉണ്ടാവും, NVD, നിയോവാസ്കുലറൈസേഷൻ അറ്റ് ഡിസ്ക്, നിയോവാസ്കുലറൈസേഷൻ എൽസ്വർ, പിന്നെ മാക്കുല മാർക്കഡ് പിഗ്മെന്ററി ചേഞ്ചസ്, ക്രോണിക് സിസ്റ്റോയിഡ് എഡിമ. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ബി വേവ് ഇലക്ട്രോറെറ്റിനോഗ്രാം നോക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ്ഡ് ആണ്, റെഡ്യൂസ്ഡ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ബി വേവ് ഓഫ് ഇലക്ട്രോറെറ്റിനോഗ്രാം. നമ്മൾ ഇതിന്റെ ഡിഫറൻസ് പറയുമ്പോൾ നോൺ ഇസ്ചീമിക്കും ഇസ്ചീമിക്കും നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി 75% നോൺ ഇസ്ചീമിക് ആണ്, 25% ഇസ്ചീമിക് ആണ്. വിഷ്വൽ അക്യൂട്ടി നോക്കുമ്പോൾ ഇസ്ചീമിക്കിൽ വേഴ്സ് ആണ്, വേഴ്സ് ദാൻ 6/60 എന്നാണ് പറയുന്നത്. നോൺ ഇസ്ചീമിക്കിൽ ബെറ്റർ ദാൻ 6/60 പറഞ്ഞത്. RAPD മാർക്ക്ഡ് ആണ് ഇസ്ചീമിക്കിൽ. പിന്നെ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റും കോമൺ ആണ് ഇസ്ചീമിക്കിൽ. നമ്മൾ ഹെമറേജ് ഫണ്ടസിൽ എക്സ്റ്റെൻസീവ് ഹെമറേജും കോട്ടൺ വൂൾ സ്പോട്ടും ഒക്കെ ഉള്ള ഇസ്ചീമിക്കിലാണ്. മറ്റത് എല്ലാ ഹെമറേജും കോട്ടൺ വൂൾ സ്പോട്ടും ഒക്കെ കുറവാണ് നോൺ ഇസ്ചീമിക്കിൽ. FFAയിൽ ഗുഡ് പെർഫ്യൂഷൻ നമുക്ക് നോൺ ഇസ്ചീമിക്കിൽ കാണാൻ കഴിയും, പക്ഷെ പെർഫ്യൂഷൻ ഭയങ്കര കുറവാണ് ഇതിൽ ഇസ്ചീമിക്കിൽ. പിന്നെ ERG വെച്ച് നോക്കുമ്പോൾ ERG നോൺ ഇസ്ചീമിക്കിൽ നോർമൽ ആണ്, ഇസ്ചീമിക്കിൽ റെഡ്യൂസ്ഡ് ബി വേവ് ആംപ്ലിറ്റ്യൂഡ്. പ്രോഗ്നോസിസ് പറയുമ്പോൾ ബെറ്റർ ആണ് നോൺ ഇസ്ചീമിക്, മറ്റത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഇനി നമുക്ക് മാനേജ്മെന്റ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. മാനേജ്മെന്റ് എന്താ, ഫസ്റ്റ് കണ്ണ് നോക്കുക, ഒക്കുലർ എക്സാമിനേഷൻസ് ലൈക്ക് IOP നോക്കുക, വിഷ്വൽ അക്യൂട്ടി, അൺഡയലേറ്റഡ് സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻസ്, പിന്നെ എന്നാ ഗോണിയോസ്കോപ്പി, ഫണ്ടസ് എക്സാമിനേഷൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. FFA, ഒപ്റ്റിക് കൊഹറൻസ് ടോമോഗ്രഫി, ഗോൾഡ്മാൻ പെരിമെട്രി, ഇലക്ട്രോറെറ്റിനോഗ്രഫി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ പറയലുണ്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട്, ഇതിപ്പം യൂണിലാറ്ററൽ ആണെങ്കിൽ ഓക്കെ CRBO ആണ്, പക്ഷേ ബൈലാറ്ററൽ ആണെങ്കിലോ ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ മെഡിക്കൽ തെറാപ്പി, VEGF ഡ്രഗ്, ബെവാസിസുമാബ്, റാനിബിസുമാബ്, പിന്നെ ലേസർ തെറാപ്പി ചെയ്യാം, സർജിക്കൽ തെറാപ്പി, പാർസ് പ്ലാന, വിട്രെക്ടമി. ഇനി ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി എങ്ങനെയാ, ബൈലാറ്ററൽ ആണ്, സിമെട്രിക്കൽ ആണ്, 2 ടൈപ്പ് ഉണ്ട്, അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. ക്രോണിക് ജനറലൈസ്ഡ് നാരോയിങ് ഓഫ് ആർട്ടറിയോളിന്റെ ജനറലൈസ്ഡ് നാരോയിങ്, ഫോക്കൽ ആർട്ടറിയോളാർ നാരോയിങ്. എന്തൊക്കെയാണ്, ജനറലൈസ്ഡ് നാരോയിങ് ഓഫ് ആർട്ടറിയോൾസ്, ഫോക്കൽ ആർട്ടറിയോളാർ നാരോയിങ്. നമുക്ക് ഇതിന്റെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതിയിൽ നമ്മൾ പറയണ്ടേ എങ്ങനെ, ആർട്ടറിയോ വീനസ് നിക്കിങ്, ക്രോസിംഗ് ചേഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാ, സാലൂസൈന്, ബോണറ്റ് സൈന്, ഗൺ സൈന്. സാലൂസൈൻ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഓഫ് വെയിൻസ് അറ്റ് ക്രോസിംഗ്. ബോണറ്റ് സൈൻ എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ബോണറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് ഓഫ് വെയിൻ ഡിസ്റ്റൽ ടു ക്രോസിംഗ്. സാലൂസ് ഡിഫ്ലക്ഷൻ ഓഫ് വെയിൻസ് ആണ്. ഗൺ സൈൻ എന്ന് പറഞ്ഞാൽ ടാപ്പറിംഗ് ഓഫ് വെയിൻസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ക്രോസിംഗ്. 3 സൈൻസ്, സാലൂസ്, ബോണറ്റ്, ഗണ്ണ്. സാലൂസ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ആണ്, ബോണറ്റ് ബാങ്കിങ്, ഗണ്ണ് ടേപ്പറിങ്. ഇനി ആർട്ടറിയൽ റിഫ്ലക്സ്, ഇത് ആർട്ടറിയോ വീനസ് നിക്കിങ് അല്ല, എന്ന് വെച്ചാൽ ക്രോസിംഗ് വഴി ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി ആർട്ടറിയൽ റിഫ്ലക്സ് ചേഞ്ചസ് ഉണ്ട്, അതിലാണ് ഏതൊക്കെയാ, കോപ്പർ വയറിംഗ് ഉണ്ട്, സിൽവർ വയറിംഗ് ഉണ്ട്. പിന്നെ കോപ്പർ വയറിംഗ് എന്ന് പറയുമ്പോൾ റെഡിഷ് ബ്രൈറ്റ് റിഫ്ലക്സ് ആണ്, റെഡിഷ് ബ്രൗൺ റിഫ്ലക്സ്. കോപ്പർ വയറിംഗ് റെഡിഷ് ബ്രൗൺ റിഫ്ലക്സ് occurs due to progressive sclerosis and hyalinization. പിന്നെ സിൽവർ വയറിംഗ്, അത് ഒബാക് വൈറ്റ് റിഫ്ലക്സ് ആണ്. പിന്നെ സൂപ്പർഫിഷ്യൽ റെറ്റിനൽ ഹെമറേജ്, ഫ്ലെയിം ഷേപ്ഡ് ഹെമറേജ് ഉണ്ട്. പിന്നെ ഹാർഡ് എക്സുഡേറ്റ് യെല്ലോ വാക്സി സ്പോട്സ് occur due to lipid deposits. പിന്നെ കോട്ടൺ വൂൾ സ്പോട്ട് ഉണ്ട്, ഫ്ലഫി ലീഷൻസ് റെപ്രസെന്റ് ഏരിയാസ് ഓഫ് ഇൻഫ്രാക്ട് ഇൻ നെർവ് ഫൈബർ ലെയർ. ഇനി നമുക്ക് അക്യൂട്ട് ചേഞ്ചസ്. അക്യൂട്ട് എന്ന് പറയുമ്പോൾ മാർക്ക്ഡ് ആർട്ടറിയോളാർ നാരോയിങ്ങും, ശ്വാസം കാരണം മാർക്ക്ഡ് ആർട്ടറിയോളാർ നാരോയിങ് ആണ് അക്യൂട്ടിൽ. പിന്നെ സൂപ്പർഫിഷ്യൽ റെറ്റിനൽ ഹെമറേജ്.
ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ കേത്ത് വേഗ്നർ ക്ലാസിഫിക്കേഷൻ ആണ്. ഗ്രേഡ് 1, 2, 3, 4. ഇതിൽ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ മാർക്ക്ഡ് ജനറലൈസ്ഡ് നാരോയിങ് ഓഫ് ആർട്രിയോൾസ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ഗ്രേഡ് 1 പ്ലസ് ഫോക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ആർട്രിയോൾസ് വിത്ത് ഡിഫ്ലക്ഷൻ ഓഫ് വെയിൻസ് അറ്റ് ആർട്രിയോ വീനസ് ക്രോസിംഗ്, സാലൂസൈന്. അത് കഴിഞ്ഞ് ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഗ്രേഡ് 2 പ്ലസ് കോപ്പർ വയറിംഗ് ഓഫ് ആർട്രിയോൾസ്, ബോണറ്റ് സൈന്, ഗൺ സൈന്, സാലൂസൈന്, ഹെമറേജ്, കോട്ടൺ വൂൾ സ്പോട്ട്, ഹാർഡ് എക്സുഡേറ്റ്സ്, അതൊക്കെ. ഗ്രേഡ് 4-ലാവുമ്പോൾ ഗ്രേഡ് 3 ചേഞ്ചസ് പ്ലസ് സിൽവർ വയറിംഗ്, പാപ്പിൾ എഡിമ, അതൊക്കെ. ഓക്കെ, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പ്യുവർ ഗ്ലൈസെമിക് കൺട്രോൾ, ഹെറിഡിറ്റി, സെക്സ് മെയിൽ ഈസ് ഫീമെയിൽ 3:4, പ്രഗ്നൻസി, ഹൈപ്പർ ടെൻഷൻ, പിന്നെ പോലെ ഡ്യൂറേഷൻസ്. ഒക്യുലർ മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോൾ എന്തൊക്കെ പറയാം? കാറ്ററാക്ട്, സ്നോ ഫ്ലേക്ക് അല്ലെങ്കിൽ സ്നോ സ്റ്റോം കാറ്ററാക്ട്, മയോപ്പിയ, ബ്ലഡ് ഷുഗർ കൂടുതലാണല്ലോ, സോ മയോപ്പിക് ആവാം. പിന്നെ റയർലി ഹൈപ്പർമെട്രോപ്പിയ, ക്രേനിയൽ നെർവ് പാൽസീസ്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 3rd ക്രേനിയൽ നെർവ് പാൽസി ആണ്. പിന്നെ 4th, 6th, 7th. ഇനി പാത്തോഫിസിയോളജി പറയുമ്പോൾ ആള് ഹൈപ്പർ ഗ്ലൈസിമിക് ആയല്ലോ, അപ്പൊ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റ് ഒക്കെ വാളിൽ ഡിപ്പോസിറ്റ് ആവും. അതിങ്ങനെ ഡിപ്പോസിറ്റ് ആവുമ്പോൾ പെരിസൈറ്റ്സ് ലോസ് ആവുകയും ചെയ്യും, എൻഡോത്തീലിയൽ സെല്ലിന് ഡാമേജും വരും. അപ്പൊ മൈക്രോ അന്യൂറിസം വരാം. കാരണം എന്താ? വെസൽ വാള് വീക്കൻ ആയി. എൻഡോത്തീലിയൽ സെൽസ് ആണ് എന്തിന്? ഈ ബ്ലഡ് റെറ്റിനൽ ബാരിയറിന്റെ മെയിൻ്റനൻസിന്. endothelial cells are responsible for maintenance of blood retinal barrier. So, endothelial cell damage will cause abnormal capillary permeability and leakage. പിന്നെ വേറൊരു ഇതാണ് retinal leukosis. retinal leukosis എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം? ഇൻക്രീസ് ഇൻ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. അത് കാരണം ഇൻഫ്ലക്സ് ഓഫ് ലൂക്കോസൈറ്റ്സ് അഡ്ഹിയർ ടു ഇവരെന്ത് ചെയ്യും? ഈ ലൂക്കോസൈറ്റ്സ് കുറെ വാസ്കുലർ എൻഡോത്തീലിയത്തും ഇങ്ങനെ അഡ്ഹിയർ ചെയ്യും. അപ്പം കാപ്പിലറി പെർഫ്യൂഷൻ അങ്ങനെ കുറയും, അങ്ങനെ VEGF കൂടും, വാസ്കുലറൈസേഷൻ നടക്കും. ഈ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നോൺ പ്രൊലിഫറേറ്റീവ് ഉണ്ട്, പ്രൊലിഫറേറ്റീവ് ഉണ്ട്, ഡയബറ്റിക് മാക്യുലോപ്പതി ഉണ്ട്, അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസും ഉണ്ട്. പ്രൊലിഫറേറ്റീവിൽ തന്നെ NVD അറ്റ് ഡിസ് വെച്ചാൽ നിയോവാസ്കുലറൈസേഷൻ അറ്റ് ഡിസ്കും എൽസുവറും. നമുക്ക് ഓക്കെ, അപ്പൊ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സൈൻസ് എന്തൊക്കെയാ? നമ്മൾ സയൻസ് ആയിട്ട് പറയുമ്പോൾ മൈക്രോ അന്യൂറിസം, ഇൻട്രാറെറ്റിനൽ ഹെമറേജ്, ഫ്ലെയിം ഷേപ്ഡ്, അതുപോലെ ഡോട്ട് ആൻഡ് ബ്ലോട്ട് ഹെമറേജ്, ഹാർഡ് എക്സുഡേറ്റ്സ്, കോട്ടൺ വൂൾ സ്പോട്ട്, റെറ്റിനൽ തിക്കനിങ്, വീനസ് അബ്നോമാലിറ്റീസ്, ബ്ലീഡിങ്, ലൂപ്പിംഗ്, ഡയലിറ്റേഷൻ, പിന്നെ IRMA, ഇൻട്രാറെറ്റിനൽ മൈക്രോവാസ്കുലർ അബ്നോമാലിറ്റീസ്. ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. മാനേജ്മെന്റ് എങ്ങനെയാ? കൺട്രോൾ ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്, ആനുവൽ ഫണ്ടൽ എക്സാമിനേഷൻ. ഇനി പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അത് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. നിയോവാസ്കുലറൈസേഷൻ അറ്റ് ഡിസ്കും എൽസുവറും. ഇൻകംപ്ലീറ്റ് പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെന്റ്, വിട്രിയസ് ഹെമറേജ്, ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് പാൻ റെറ്റിനൽ ഫോട്ടോകൊയാഗുലേഷൻ ചെയ്യാം. പിന്നെ ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ഓഫ് VEGF, ഇൻട്രാവിട്രിയസ് ട്രയാംസിനോലോൺ. നമ്മൾ ഇതിൽ തന്നെ ഇപ്പം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. മൈൽഡ് NPDR, മോഡറേറ്റ്, സിവിയർ. അതിൽ മൈൽഡ് എന്ന് പറയുമ്പോൾ മൈക്രോ അന്യൂറിസം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൽഡ് NPDR എന്ന് പറയാം. എന്നാൽ മോഡറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഹെമറേജ് ഓർ മൈക്രോ അന്യൂറിസം ആൻഡ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും റെറ്റിനൽ ഹെമറേജോ, ഹാർഡ് എക്സുഡേറ്റോ, കോട്ടൺ വൂൾ സ്പോട്ടോ, വീനസ് ബ്ലീഡിങ്ങോ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, മോഡറേറ്റ്. സിവിയർ എന്ന് പറയുമ്പോൾ 4-1 റൂളാണ്. എനി ഓഫ് ദി ഏതെങ്കിലും അതുണ്ടായാൽ മതി. 4-1 റൂള്. 4-1 റൂൾ എന്ന് പറയുമ്പോൾ greater than 20 intraretinal hemorrhages in 4 quadrantile intraretinal hemorrhage, പിന്നെ 2 or more quadrantile definite venous bleeding, പിന്നെ ഒന്നോ അതിലധികമോ quadrantile IRMA. എന്തൊക്കെ? 4 quadrant intraretinal hemorrhage, 2-ലധികം quadrantile venous bleeding, പിന്നെ IRMA. ഓക്കെ, ഇനി നമുക്ക് ഡയബറ്റിക് മാക്യുലോപ്പതി, മൂന്നാമത്തെ ആണല്ലോ. ഡയബറ്റിക് മാക്യുലോപ്പതി അതന്നെ ഫോക്കലും ഉണ്ട്, ഡിഫ്യൂസ്ഡും ഉണ്ട്, പിന്നെ മിക്സ്ഡും ഉണ്ട്. ഫോക്കൽ, ഡിഫ്യൂസ്ഡ്, മിക്സ്ഡ്. ഫോക്കൽ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഓഫ് NPDR പ്ലസ് ഹാർഡ് എക്സുഡേറ്റ് മാക്കുലാർ ഏരിയയിൽ. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഓഫ് NPDR പ്ലസ് വെരി ഫ്യൂ ഹാർഡ് എക്സുഡേറ്റ് അറ്റ് മാക്കുലാർ ഏരിയ. ഫ്ലൂറസൽ ആൻജിയോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ഡിഫ്യൂസ് ലീക്കേജ് ആയിട്ടാണ് കാണാം, അതുകൊണ്ടാണ് ഇതിനെ ഡിഫ്യൂസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇസ്ചീമിക്കൽ എന്താ? ഇസ്ചീമിക്കിൽ മൈക്രോ അന്യൂറിസം ഉണ്ട്, ഹെമറേജ് ഉണ്ട്, എഡിമ ഉണ്ട്, മാർക്ക്ഡ് വിഷ്വൽ ലോസ് എന്നാണ് പറയുന്നത്. മൈക്രോ അന്യൂറിസം, ഹെമറേജ്, എഡിമ. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ ഇസ്ചീമിക്കും എക്സുഡേറ്റീവും രണ്ടും കൂടെ ആഡ് ചെയ്താണ് മിക്സ്ഡ്. ഇനി അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസ്, ഇതെന്താ? പെർസിസ്റ്റന്റ് വിട്രിയസ് ഹെമറേജ്, ട്രാക്ഷണൽ റിറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, നിയോവാസ്കുലർ ഗ്ലോക്കോമ. ട്രീറ്റ്മെന്റ് എന്താ? പാർസ് പ്ലാന, വിട്രക്ടമി വിത്ത് എൻഡോഫോട്ടോ കൊയാഗുലേഷൻ. കോംപ്ലിക്കേഷൻ ആയിട്ട് എന്തൊക്കെ പറയാം? DMA, വിട്രിയസ് ഹെമറേജ്, retinal detachment, rubeosis iridis,
നമുക്ക് retinal detachment. Retinal detachment എന്ന് പറയുമ്പോൾ separation of neurosensory retina from retinal pigment epithelium and collection of subretinal fluid. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ റിഗ്മറ്റോജീനസ്, സെക്കൻഡറിയിൽ ട്രാക്ഷണലും ഉണ്ട്, എക്സുഡേറ്റീവും ഉണ്ട്. ഈ പിക്ചറിൽ നോക്കുമ്പോൾ കാണാലോ, ഡിറ്റാച്ച്ഡ് റെറ്റിന ഒന്ന് ബ്രേക്ക് വഴി ഫ്ലൂയിഡ് ഉള്ളിലേക്ക് കയറുന്നത്, അവിടെ ബ്രേക്ക് വരുന്നത് കാരണം, അതാണ് പ്രൈമറി റെഗ്മറ്റോജീനസിൽ. എന്നാൽ ഇതിൽ സെക്കൻഡറി ട്രാക്ഷണലും എക്സുഡേറ്റീവിലും കണ്ടോ, ഫ്ലൂയിഡ് ബിൽഡപ്പ് ബിഹൈൻഡ് ദി റെറ്റിന വിച്ച് ഇസ് നോട്ട് ബ്രോക്കൺ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തൊക്കാം, പ്രൈമറി എന്നുവെച്ചാൽ റെഗ്മറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇതിലെങ്ങനെയാ, ഫസ്റ്റ് ലിക്വിഫാക്ഷൻ ഓഫ് വിട്രിയസ് നടക്കും, അതാണ് സിനറസിസ്. ഇങ്ങനെ വിട്രിയസിന്റെ ലിക്വിഫാക്ഷൻ നടക്കുമ്പോൾ പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെന്റ് വരും. പക്ഷേ സം പാർട്ട് സ്റ്റിൽ അറ്റാച്ച്ഡ് എക്സേർട്സ് വിട്രിയോ റെറ്റിനൽ ട്രാക്ഷൻ. അങ്ങനെ റെറ്റിന ബ്രേക്കായി ഫ്ലൂയിഡ് ആ ബ്രേക്കിലൂടെ ഉള്ളിലോട്ട് എത്തി, അങ്ങനെ ഫ്ലൂയിഡ് ഇൻ സബ് റെറ്റിനൽ സ്പേസ്. കോസസ് എന്തൊക്കെ പറയാം, പാത്തോളജിക്കൽ മയോപ്പിയ, ബ്ലെൻഡ്രോമ, കാറ്ററാക്ട് സർജറി. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് സിംറ്റംസ് എന്തൊക്കെ പറയാം, ഫോട്ടോപ്സിയ, ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഫ്ലോട്ടേഴ്സ്, കംപ്ലൈന്റ് ഓഫ് കേർട്ടൺ ഫാളിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന, സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ. സയൻസ് ആയിട്ട് ഡിറ്റാച്ച്ഡ് റെറ്റിന എങ്ങനെയായിട്ട് കാണും, ഗ്രേ, അതുപോലെ കോൺവെക്സ് ഷേപ്പ്ഡ്, എക്സ്റ്റെൻസ് ടിൽ ഓറ സെറേറ്റ. പിന്നെ ഷാഫേഴ്സൈന് കാണാൻ കഴിയും. ഷാഫേഴ്സൈന് പറയുമ്പോൾ ടൊബാക്കോ ഡസ്റ്റ് അപ്പിയറൻസ്. അതുപോലെ RAPD ഉണ്ടാവും. പ്രൊഫൈലാക്സിസ് എന്താ, ലേസർ ഫോട്ടോ കൊയാഗുലേഷൻ. ബ്രേക്കിന്റെ അവിടെ ലേസർ ഫോട്ടോ കൊയാഗുലേഷൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്റ്റിക് കൊഹറൻസ് ടോമോഗ്രഫി ഇല്ലേ, അത് വെച്ചിട്ട് നോക്കും എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ. എന്നിട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ അതിനെ റെഡിയാക്കാൻ വേണ്ടി ലേസർ ഫോട്ടോ കൊയാഗുലേഷനും ചെയ്യും. ഇനി ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ബ്രേക്ക് ഇല്ല, ഫോട്ടോപ്സി ഇല്ല, ഫ്ലോട്ടേഴ്സ് ഇല്ല. മോസ്റ്റ് കോസസ് എന്തൊക്കെ പറയാം, മോസ്റ്റ് കോമൺ ഡയബറ്റിക് റെറ്റിനോപ്പതി ആണ്. പിന്നെ റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി, പെനട്രേറ്റിംഗ് ട്രോമ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ലോസ് ഓഫ് വിഷൻ ആണല്ലോ, ഗ്രാജുവൽ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ്. നോ ഫോട്ടോപ്സിയ, നോ ഫ്ലോട്ടേഴ്സ്, ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ടിൽ ഓറ സെറേറ്റ. ഇനി എക്സുഡേറ്റീവിന്റെ കോസ് എന്തൊക്കെയാ, കോട്സ് ഡിസീസ്, കൊറോയിഡൽ മെലനോമ, സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി, ടോക്സിമിയ ഓഫ് പ്രഗ്നൻസി. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ, കോൺവെക്സ് ഡിറ്റാച്ച്ഡ് റെറ്റിന. ഈ റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി, റിട്രോലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ. Retinopathy of prematurity causes blood vessel to grow abnormally in retina. റെറ്റിനയിൽ ബ്ലഡ് വെസൽ അബ്നോർമൽ ആയിട്ട് ഗ്രോ ചെയ്യും. ഇത് സോൺ 1, സോൺ 2, സോൺ 3 മൂന്നായിട്ട് പറയുന്നുണ്ട്. സോൺ 1, സോൺ 2, സോൺ 3. സോൺ 1 ട്വൈസ് റേഡിയസ് ഫ്രം ഒപ്റ്റിക് നെർവ് ടു ഫോവിയ, മാക്കുലാർ ഇൻവോൾവ്മെന്റ്. സോൺ 2 നാസൽ ഇൻവോൾവ്മെന്റ് ടു ടെമ്പോറൽ ഇക്വേറ്റർ. സോൺ 3 റെസിഡുവൽ ക്രസന്റ് ആന്റീരിയർ ടു സോൺ 1. നമുക്ക് റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റിയിൽ സ്റ്റേജ് ആയിട്ട് പറയാം. സ്റ്റേജ് 1, 2, 3, 4, 5, 5 സ്റ്റേജിലായിട്ട് പറയും. അതിൽ സ്റ്റേജ് 1 എന്താ, ഒരു ഡിമാർക്കേഷൻ ലൈൻ ഫോം ചെയ്തു. സ്റ്റേജ് 2 ഡിമാർക്കേഷൻ ലൈൻ വൈഡൻസ് ആൻഡ് തിക്കൻസ്, ഫോമിങ് ഒരു റിഡ്ജ് ആയിട്ട് മാറും. സ്റ്റേജ് 3 ന്യൂ ബ്ലഡ് വെസൽസിന്റെ ഗ്രോത്ത് ഉണ്ടാവും. സ്റ്റേജ് 4 പാർഷ്യൽ ഡിറ്റാച്ച്ഡ് റെറ്റിന. സ്റ്റേജ് 5 ആവുമ്പോൾ ടോട്ടൽ ഡിറ്റാച്ച്ഡ് റെറ്റിന. ഇനി റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുമ്പോൾ പ്രീഡമിനന്റ്ലി റോഡിനെയാണ് എഫക്ട് ചെയ്യുക. പിന്നെ ലേറ്റർ ആയിട്ട് ഡിജനറേറ്റീവ് ചേഞ്ചസ് ഓഫ് കോൺസ്. ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി ഓട്ടോസോമൽ റെസസീവ് ആണ്. റിലേറ്റീവ്ലി സിവിയർ ആണ് ഓട്ടോസോമൽ റെസസീവ്. ഓട്ടോസോമൽ ഡൊമിനന്റ് കോമൺ ആണ്, റിലേറ്റീവ്ലി ബിനൈൻ ആണ്. പിന്നെ ബൈലാറ്ററൽ ഈക്വൽ ഇൻവോൾവ്മെന്റ് ആണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയുടെ ഇൻസിഡൻസ് പറയുമ്പോൾ മെയിൽ ഈസ് ഫീമെയിൽ 3:2 ആണ്. നൈറ്റ് ബ്ലൈൻഡ്നസ് മേ ഒക്യൂർ ബിഫോർ ദി റെറ്റിനൽ ചേഞ്ചസ് അപ്പിയർ. ഫണ്ടസ് ചേഞ്ചസ്, retinal pigmentary changes in the form of perivascular deposition, jet black spots of bony corpuscle pigments in equatorial region which spreads anteriorly and posteriorly. എന്നുവെച്ചാൽ ബോണി കോർപ്പസൽ പിഗ്മെന്റ്സ് പല സ്ഥലത്തും ഇങ്ങനെ ഡിപ്പോസിറ്റ് ആവണു, എന്നിട്ട് ഇക്വറ്റോറിയലിൽ ഡിപ്പോസിറ്റ് ആവണം, എന്നിട്ട് അത് ആന്റീരിയർലി പോസ്റ്റീരിയർലി സ്പ്രെഡ് ആവണം. അതാണ് ഒരു കാര്യം. പിന്നെ റെറ്റിനൽ ആർട്ടറിയോളാർ നാരോയിങ്, ലേറ്റർ സ്റ്റേജിൽ ത്രെഡ് ലൈക്ക് ആവും ഈ ആർട്ടറി. റെറ്റിനൽ ആർട്ടറി ഇങ്ങനെ നാരോ ആയി ലാസ്റ്റ് എന്താവും, ത്രെഡ് ലൈക്ക് ആവും. പിന്നെ ഒപ്റ്റിക് ഡിസ്ക് പെയിൽ, വാക്സി, കൊളോയിഡ് ബോഡീസ്, കൊറോയിഡൽ സ്ക്ലിറോസിസ്, CME അതൊക്കെ പറയുന്നുണ്ട്. വിഷ്വൽ ഫീൽഡ് ചേഞ്ച്, ആനുലാർ അല്ലെങ്കിൽ റിംഗ് സ്കോട്ടോമ. പിന്നെ ട്യൂബുലാർ, ഇൻ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ട്യൂബുലാർ സ്കോട്ടോമ. പിഗ്മെന്ററി ക്ലംസ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ അതേപോലെ ഈ പിക്കിൽ റെറ്റിന ഹാസ് എ പിഗ്മെന്റ് ഡിപ്പോസിറ്റ് നോൺ ആസ് ബോൺ സ്പൈക്യൂൾസ്. ഇനി റെറ്റിനോബ്ലാസ്റ്റോമ. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാവുന്ന, മീൻസ് ചിൽഡ്രൻസിൽ ഉണ്ടാവുന്ന മോസ്റ്റ് കോമൺ ട്യൂമർ അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലൂക്കോകൊറിയ എന്ന് പറഞ്ഞ മെയിൻ സിംറ്റം അതാണ് അമാരോട്ടിക് കാറ്റായി റിഫ്ലക്സ്. ഈ അമാരോട്ടിക് കാറ്റായി റിഫ്ലക്സിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സോ
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്കോകൊറിയ എന്തിലൊക്കെ ഉണ്ടാവും? കൺജനൈറ്റൽ കാറ്ററാക്ട്, കോട്സ് ഡിസീസ്, കൊളബോമ ഓഫ് കൊറോയിഡ്, റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി, റെറ്റിനൽ ഡിസ്പ്ലേഷ്യ, റെറ്റിനോബ്ലാസ്റ്റോമ. അത് സി കൊണ്ടുള്ള കുറച്ച് ആലോചിക്കുക. കൺജനൈറ്റൽ കാറ്ററാക്ട്, പിന്നെ കോട്സ് ഡിസീസ്, കൊളബോമ ഓഫ് കൊറോയിഡ്. ഇനി റെറ്റിനയുടെ ഒരു മൂന്നെണ്ണം: റെറ്റിനോബ്ലാസ്റ്റോമ, റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി, റെറ്റിനൽ ഡിസ്പ്ലേഷ്യ. ഇതിലൊക്കെ ലൂക്കോകൊറിയ, അമരോട്ടിക് കാറ്റൈ റിഫ്ലക്സ്. പിക്കിൽ കാണാലോ, ഒരു വൈറ്റ് റിഫ്ലക്സ് ആയിട്ട് കാണില്ലേ? ഇനി റെറ്റിനോബ്ലാസ്റ്റോമ. ഓക്കെ, നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺ ഇൻട്രാോക്കുലാർ ട്യൂമർ ഓഫ് ചൈൽഡ്ഹുഡ്, യൂഷ്വലി 1 to 2 ഇയേഴ്സിൽ. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ എന്താ പറയുക? RB ജീൻ ഓൺ ക്രോമസോം 13q14. നെഡ്സൺ 2 ഹൈപ്പോത്തീസിസ് ആണ് മെയിൻലി പറയുന്നത്. എന്താ? ഇനാക്ടിവേഷൻ ഓഫ് RB ജീൻ ബൈ 2 മ്യൂട്ടേഷൻ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: ലൂക്കോകൊറിയ, സ്ക്വിൻഡ്, നിസ്റ്റാഗ്മസ് ഇൻ ബൈലാറ്ററൽ കേസസ്, പ്രോപ്റ്റോസിസ്, ഹൈഫെമ, സ്യൂഡോ ഹൈപ്പോഫിയോൺ. ഫ്രീക്വന്റ് സിംറ്റംസ് ഓഫ് റെറ്റിനോബ്ലാസ്റ്റോമ എന്തൊക്കെയാ? കാറ്റ്സ് ഐ റിഫ്ലക്സ്, അമാരോട്ടിക് കാറ്റൈ റിഫ്ലക്സ് നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ ക്രോസ്ഡ് ഓർ ലേസി ഐ, ഇൻഫ്ലേംഡ് റെഡ് ഐസ്, പക്ഷെ പെയിൻ ഒന്നുമില്ല, ഇൻഫ്ലേംഡ് റെഡ് ഐസ്, ഡിഫറെൻറ്റ് സൈസ്ഡ് പ്യൂപ്പിൾസ്, അനൈസോകൊറിയ. ഓക്കെ, പിന്നെ ഡിക്രീസ്ഡ് വിഷൻ കുറഞ്ഞു, ഐ ബൾജിങ്, പ്രോപ്റ്റോസ്. നമുക്ക് ഫണ്ടസ് എക്സാമിനേഷൻ റെറ്റിനോബ്ലാസ്റ്റോമയുടെ ഫണ്ടസ് നോക്കുമ്പോൾ എൻഡോഫൈറ്റിക് ആയിട്ടും എക്സോഫൈറ്റിക് ആയിട്ടും കാണും. എൻഡോഫൈറ്റിക് എന്താ? ഗ്രോൺ ഇൻവാർഡ്സ്, വൈറ്റ് ഓർ പേർലി പിങ്ക് ഇൻ കളർ, പ്രസൻസ് ഓഫ് കാൽസിഫിക്കേഷൻ. അതെങ്ങനെ? കോട്ടേജ് ചീസ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. പിന്നെ എക്സോഫൈറ്റിക്, ഗ്രോസ് ഔട്ട്വാർഡ്സ് ആൻഡ് കോസസ് എക്സുഡേറ്റീവ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാ? പ്ലെയിൻ എക്സ്റേ, കാൽസിഫിക്കേഷൻസ് കാണാൻ കഴിയുമല്ലോ പ്ലെയിൻ എക്സ്റേയിൽ. പിന്നെ അൾട്രാസോണോഗ്രഫി, CT, MRI. ഇനി റെറ്റിനോബ്ലാസ്റ്റോമയുടെ ക്ലാസിഫിക്കേഷൻ: ഇന്റർനാഷണൽ ഇൻട്രാ ഒക്യുലാർ റെറ്റിനോബ്ലാസ്റ്റോമ ക്ലാസിഫിക്കേഷൻ, IIRC എന്നാ പറയുന്നത്. ഇത് 5 ക്ലാസിഫൈ ചെയ്യും. മെയിൻലി ഈ 5 സ്റ്റേജ് എന്ന് പറയുന്നതിൽ ഫസ്റ്റത്തെ 2 ട്യൂമർ കൺഫൈൻഡ് ടു റെറ്റിന, പിന്നത്തെ 2 ട്യൂമർ ഇൻവേർട്സ് അഡ്ജസൻറ്റ് ടിഷ്യൂസ് ആൻഡ് സ്പേസസ്, പിന്നെ റിസ്ക് ഫോർ മെറ്റാസ്റ്റാസിസ്. അപ്പം ഫസ്റ്റത്തെ എന്താ? 2 ട്യൂമർ കൺഫൈൻഡ് ടു റെറ്റിന എന്നല്ലേ. ഇതിൽ തന്നെ ഇപ്പം ലെസ് ദാൻ 3 mm ആണെങ്കിൽ, എന്ന് വെച്ചാൽ നോട്ട് വിഷ്വലി ത്രെറ്റനിങ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, സ്റ്റേജ് 1. ഇനി 2 എന്നാ? ഗ്രേറ്റർ ദാൻ 3 mm ആണ്, പക്ഷേ കൺഫൈൻഡ് ടു റെറ്റിനയിൽ തന്നെയാണല്ലോ, സ്മോൾ വിഷ്വൽ ത്രെറ്റനിങ് ഉണ്ട്. ഇനി ട്യൂമർ ഇൻവേർട്സ് അഡ്ജസൻറ്റ് ടിഷ്യൂസ് ആൻഡ് സ്പേസസ്. അതിൽ ഫസ്റ്റ് അപ്പോൾ തേർഡ് എന്താണ്? സബ് റെറ്റിനൽ, അതുപോലെ ലോക്കൽ സീഡിങ് വിട്രിയസ് സബ് റെറ്റിനൽ. ഫോർത്ത് പറയുമ്പോൾ ഡിഫ്യൂസ് സീഡിങ് വിട്രിയസ് സബ് റെറ്റിനൽ. പിന്നെ റിസ്ക് ഫോർ മെറ്റാസ്റ്റാസിസ് ആണ് ഫിഫ്ത്ത്, അൺസാൽവേജിയബിൾ, ഡിസ്ട്രോയിഡ്, ഡേഞ്ചർ. ഓക്കെ, ഡിസീസ് ഓഫ് ഐലിഡ് ഏതൊക്കെയായാലും ഇമ്പോർട്ടൻ്റ്: ബ്ലഫാരൈറ്റിസ്, ചെലാസിയോണിന്റെ വേറെ പേരാണ് മെയ്ബോമിയൻ സിസ്റ്റ് അല്ലെങ്കിൽ ടാർസൽ സിസ്റ്റ്. പിന്നെ ഹോർഡിയോളം ഇന്റേണം, ഹോർഡിയോളം എക്സ്റ്റേണം, എക്സ്റ്റേണത്തിന്റെ വേറെ പേരാണ് സ്റ്റൈ. പിന്നെ എൻട്രോപ്പിയോണ്, എക്ട്രോപ്പിയോണ്, ലാഗ് ഓഫ് താൽമോസ്, ടോസിസ്, ട്യൂമേഴ്സ് ഓഫ് ഐലിഡ്. ഓക്കെ, ബ്ലഫാരൈറ്റിസിൽ എങ്ങനെ? 3 ടൈപ്പായിട്ട് പറയാം: സ്ക്വാമസ്, ബാക്ടീരിയൽ, പോസ്റ്റീരിയർ. സ്ക്വാമസ് എന്ന് പറയുമ്പോൾ അക്യുമുലേഷൻ ഓഫ് വൈറ്റിഷ് സോഫ്റ്റ് സ്കെയിൽസ് അലോങ് ദി ലിഡ് മാർജിൻ അസോസിയേറ്റഡ് വിത്ത് ഡാൻഡ്രഫ്. ഗ്ലാൻഡ് ഓഫ് സീസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഗ്ലാൻഡ് ഓഫ് സീസ് എന്ത് ചെയ്യും? സെക്രീറ്റ് അബ്നോർമൽ ന്യൂട്രൽ ലിപ്പിഡ്സിനെ. ഇത് കൊറിയൻ ബാക്ടീരിയം ആക്ടിനെ സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് ഫ്രീ ഫാറ്റി ആസിഡ് ആക്കി മാറ്റുകയും ചെയ്യും. അപ്പം സ്ക്വാമസിലെ അക്യുമുലേഷൻ ഓഫ് വൈറ്റിഷ് സോഫ്റ്റ് സ്കെയിൽസ് അലോങ് ദി ലിഡ് മാർജിൻ അസോസിയേറ്റഡ് വിത്ത് ഡാൻഡ്രഫ്. ഗ്ലാൻഡ് ഓഫ് ദീസ് സെക്രീറ്റ് അബ്നോർമൽ ന്യൂട്രൽ ലിപ്പിഡ്സ് സ്പ്ലിറ്റഡ് ബൈ കൊറിയൻ ബാക്ടീരിയം ആക്നെ ഇൻറ്റു ഫ്രീ ഫാറ്റി ആസിഡ്. ഇനി ബാക്ടീരിയൽ, അൾസറേറ്റീവ്. ഇതിൽ ക്രോണിക് സ്റ്റാഫൈലോകോക്കസിന്റെ ഇൻഫെക്ഷൻ ആണ് ലിഡ് മാർജിനിൽ. പിന്നെ യെല്ലോ ക്രസ്റ്റ്, റൂട്ട് ഓഫ് സീലിയമിൽ യെല്ലോ ക്രസ്റ്റ്, സ്മോൾ അൾസേഴ്സ് ബ്ലീഡ് ബൈ റിമൂവിങ് ക്രസ്റ്റിന്. റൂട്ട് ഓഫ് സീലിയയിൽ യെല്ലോ ക്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അതിന് നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബ്ലീഡ് ചെയ്യും. കോംപ്ലിക്കേഷൻ പറയുമ്പോൾ റിക്കറൻറ്റ് സ്റ്റൈസ്, റിക്കറൻറ്റ് കൺജങ്ക്റ്റിവൈറ്റിസ്, മാർജിനൽ കെരാറ്റൈറ്റിസ്, മെഡ്രോസിസ്. ഇനി പോസ്റ്റീരിയർ പറയുമ്പോൾ മെയ്ബോമൈറ്റിസ്, മെയ്ബോമിയൻ ഗ്ലാൻഡിന്റെ ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് വിത്ത് സെബോറിക് ഡെർമറ്റൈറ്റിസ്, ആക്നെ റോസേഷ്യ, ഫോമിൻ ടിയേഴ്സ്. ഇനി സ്റ്റൈ, ഹോർഡിയോളം എക്സ്റ്റേണം. പിക്കിൽ കാണാലോ സ്റ്റൈ. സ്റ്റാഫ് ഓറിയസിന്റെ ഇൻഫെക്ഷൻ ആണ്, അക്യൂട്ട് സപ്പുറേറ്റീവ് ആണ്, ഗ്ലാൻഡ് ഓഫ് സീസ് അല്ലെങ്കിൽ ഗ്ലാൻഡ് ഓഫ് മോളുമായിട്ട് ബന്ധപ്പെട്ട്. പേഷ്യന്റ് വിത്ത് ലിഡ് സ്വെല്ലിങ്ങോടെ പേഷ്യന്റ് വരും, മോസ്റ്റ് കോമൺലി വിത്ത് ഡയബറ്റിസ് മെലിറ്റസ്, ആസ്തനോപ്പിയ, ക്രോണിക് ബ്ലഫാരൈറ്റിസ്. ട്രീറ്റ്മെന്റ് എന്താ? ഹോട്ട് കംപ്രഷൻ, പിന്നെ ലോക്കൽ ആന്റിബയോട്ടിക്സ്, സിസ്റ്റമിക് ആന്റിബയോട്ടിക്സ്. ഇനി ചെലാസിയോൺ എന്ന് പറയുമ്പോൾ മെയ്ബോമിയൻ സിസ്റ്റ് അല്ലെങ്കിൽ ടാർസൽ സിസ്റ്റ് എന്ന് പറയും. ക്രോണിക് ആണ്, നോൺ ഇൻഫെക്റ്റീവ് ആണ്, നോൺ സപ്പുറേറ്റീവ് ആണ്. ലിപ്പോഗ്രാനുലോമറ്റസ് ഇൻഫ്ലമേഷൻ ഓഫ് മെയ്ബോമിയൻ ഗ്ലാൻഡ് വിത്ത് ബ്ലോക്കേജ് ഓഫ് ഡക്റ്റ്, കളക്ഷൻ ഓഫ് സെബേഷ്യസ് മെറ്റീരിയൽ. അപ്പം നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ലിപ്പോഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണ് എന്തിന്റെ? മെയ്ബോമിയൻ ഗ്ലാൻഡിന്റെ. അപ്പം മെയ്ബോമിയൻ ഗ്ലാൻഡിന്റെ ഡക്റ്റ് എന്ത് ചെയ്തു? ബ്ലോക്ക് ആയി. അപ്പൊ സെബേഷ്യസ് മെറ്റീരിയൽ അവിടെ ഡിപ്പോസിറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് എന്തിനാ പറയാം? മെയ്ബോമിയൻ സിസ്റ്റ് എന്ന് പറയാം. പിന്നെ പെയിൻലെസ് ടാർസൽ സ്വെല്ലിങ് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ ടാർസൽ സിസ്റ്റ് എന്ന് പറയുന്നത്.
പെയിൻലെസ് ടാർസൽ സ്വെല്ലിംഗ് മേ ബി മൾട്ടിപ്പിൾ. മോസ്റ്റ് കോമൺ അപ്പർ ലിഡിലാണ്. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഇൻസിഷനും ക്യൂററ്റേജും. വെർട്ടിക്കൽ ഇൻസിഷൻ ചെയ്യും നമ്മൾ, എന്നിട്ട് ക്യൂററ്റേജ്. റിക്കറൻസ് ഏതിൽ? സെബോറിക് ഡാമറ്റൈറ്റിസ്, ആക്നെ റൊസേഷ്യ, മലിഗ്നന്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ സെക്കൻഡറി മലിഗ്നൻസീസ്, മെയ്ബോമിയൻ അഡിനോ കാർസിനോമയൊക്കെയാണ് കോംപ്ലിക്കേഷൻ ആയി പറഞ്ഞത്. അപ്പൊ ചെലാസിയോണും സ്റ്റൈയും തമ്മിലുള്ള ഡിഫറൻസ്, ചെലാസിയോൺ സ്റ്റൈ കാണാലോ. മോസ്റ്റ് കോമൺലി ചെലാസിയോൺ ഉണ്ടാവുക അപ്പർ ലിഡിലാണ്, സ്റ്റൈ മോസ്റ്റ് കോമൺലി ലോവർ ലിഡാണ്. നമുക്ക് ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് പറയുമ്പോൾ ഹോർഡിയോളം ഓക്കെ, മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഹോർഡിയോളം എന്താ മോസ്റ്റ് കോമൺലി ഫൗണ്ടഡ് നിയർ ഐലാഷ് ഫോളിക്കിളിന് നിയർ ആയിട്ട് ഉണ്ടാവുക എക്സ്റ്റേണം. പക്ഷെ മോസ്റ്റ് കോമൺ ചെലാസിയോൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി ഫൗണ്ട് എബവ് ദി ഐലാഷസ്, അപ്പർ ലിഡിലാണ് ഉണ്ടാവുക. പിന്നെ ഹോർഡിയോളം എക്സ്റ്റേണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എയ്തർ അറ്റ് റൂട്ട് ഓഫ് ഐലാഷ് അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡ് ഓഫ് ലിഡിലാണ് ഉണ്ടാവുക. പക്ഷെ ഇത് ഓയിൽ ഗ്ലാൻഡിൽ തന്നെയാണ് ഏത് ചെലാസിയോൺ. പിന്നെ ഹോർഡിയോളത്തിന് ടെൻഡേണസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും. മറ്റേ ചെലാസിയോൺ പെയിൻലെസ് ആയിട്ടുള്ള ലിംബല്ലേ, സ്പോണ്ടേനിയസ് ഡ്രെയിനേജ്, വാം കംപ്രഷൻ ഒക്കെ ചെയ്യാം, രണ്ടിനും ചെയ്യാം. ചെലാസിയോൺ വേണമെങ്കിൽ സർജറി ചെയ്യാം. നമുക്ക് ഹോർഡിയോളം ഇന്റേണം. ഹോർഡിയോളം ഇന്റേണം എന്താ? പിക്ക് ആണല്ലോ, ഉള്ളിലാണ്. ഇന്റേണൽ സ്റ്റൈ, ഹോർഡിയോളം ഇന്റേണം പറഞ്ഞാൽ ഇന്റേണൽ സ്റ്റൈ ആണ്. അക്യൂട്ട് സ്റ്റാഫ് ഇൻഫെക്ഷൻ തന്നെയാണ് മെയ്ബോമിയൻ ഗ്ലാൻഡിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ ഓഫ് ചെലാസിയോൺ എന്നും കൂടെ പറയാം. സിംറ്റംസ് എന്തൊക്കെയാ? പെയിൻ ഇന്റൻസ് ആണ്, swelling deeply in dense fibrous tissue, point of maximum tenderness, swelling away from lid margin, pus on conjunctival side, not on root of cilium. ഓക്കെ, എൻട്രോപ്പിയോൺ ഉണ്ട്, എക്ട്രോപ്പിയോൺ ഉണ്ട്. എൻട്രോപ്പിയോൺ എന്ന് പറയുമ്പോൾ ഇൻവാർഡ് ടേണിംഗ് ഓഫ് ലിഡ് മാർജിന്റെ ഇൻവാർഡ് ടേണിംഗ് ആണ് എൻട്രോപ്പിയോൺ. എക്ട്രോപ്പിയോൺ എന്ന് പറയുമ്പോൾ ഔട്ട്വാർഡ് ടേണിംഗ്. ഓക്കെ, അപ്പം ഈ എൻട്രോപ്പിയോൺ മെയിൻലി 5 ടൈപ്പ് ഉണ്ട്. കൺജനൈറ്റല്, സിസാട്രീഷ്യല്, സെനൈല്, സ്പാസ്റ്റിക്, മെക്കാനിക്കൽ എൻട്രോപ്പിയോൺ. ഇതിൽ കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ റയർ ആണ്, സിൻസ് ബർത്ത് ഉണ്ടാവും. സിസാട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി അപ്പർ ലിഡിലാണ്. ഇതെന്തിന് കോസ് സ്കാറിംഗ് ഓഫ് പാൽപബ്രൽ കൺജങ്ക്റ്റീവ ഇൻ ട്രെക്കോമ, കെമിക്കൽ ബേൺസ്, മെംബ്രെയിനസ് കൺജങ്ക്റ്റിവൈറ്റിസ്, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. കറക്ഷൻ എങ്ങനെയാ? സർജറി വെച്ച് കറക്റ്റ് ചെയ്യാം. മ്യൂക്കസ് മെംബ്രെയിന്റെ ഗ്രാഫ്റ്റിംഗ്, ടാർസൽ ഫ്രാക്ചർ, വെഡ്ജ് റിസെക്ഷൻ ഓഫ് ടാർസോ കൺജങ്ക്റ്റീവ. ഇനി സെനൈല് എന്ന് പറയുമ്പോൾ മെയിൻലി എൽഡർലിയിലാണ് ഉണ്ടാവുക, അത് ലോവർ ലിഡിൽ. കോസസ് എന്തൊക്കെയാ? വീക്കനിങ് ഓഫ് കാപ്സുലോ പാൽപബ്രൽ ഫേഷ്യ, ഡീജനറേഷൻ ഓഫ് പാൽപബ്രൽ കണക്റ്റീവ് ടിഷ്യൂ, ഹൊറിസോണ്ടൽ ലാക്സിറ്റി ഓഫ് ലിഡ്. മാനേജ്മെന്റ് മോഡിഫൈഡ് വീലേഴ്സ് ഓപ്പറേഷനും അതുപോലെ വീസ് ഓപ്പറേഷനും ഒക്കെയാണ് മാനേജ്മെന്റ്. പിന്നെ നമ്മൾ സ്പാസ്റ്റിക് പറഞ്ഞില്ലേ, സ്പാസ്റ്റിക്കിൽ എന്താ? സ്പാസം ഓഫ് ഓർബിക്കുലാരിസ് ഡ്യൂ ടു ക്രോണിക് ഒക്കുലാർ ഇറിറ്റേഷൻ. പിന്നെ മെക്കാനിക്കൽ എൻട്രോപ്പിയോൺ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദി ഗ്ലോബ് ടു ലിഡ് ആസ് ഇൻ എനോഫ്താൽമോസ്. ഇനി നമുക്ക് എക്ട്രോപ്പിയോൺ എന്ന് പറയുമ്പോൾ ഔട്ട്വാർഡ് റോളിംഗ് അല്ലെങ്കിൽ ഔട്ട്വാർഡ് ടേണിംഗ് ഓഫ് ലിഡ് മാർജിൻ ആണ്. മെയിൻ സിംറ്റം എന്താ? എപ്പിഫോറയാണ് മെയിൻ സിംറ്റം, വാട്ടറിങ്, കണ്ണിൽ ഇങ്ങനെ വെള്ളം വരിക. പിന്നെ ഇതിൽ തന്നെ കൺജനൈറ്റൽ ഉണ്ട്, സെനൈൽ ഉണ്ട്, സിസാട്രീഷ്യൽ ഉണ്ട്, പാരലിറ്റിക് ഉണ്ട്. കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ റയർ ആണ്, അസോസിയേറ്റഡ് വിത്ത് ഡൗൺ സിൻഡ്രോം, ബ്ലെഫറോഫൈമോസിസ്. സെനൈൽ പ്രായമില്ലാണല്ലോ, മോസ്റ്റ് കോമൺലി അറ്റ് ലോവർ ലിഡിലാണ്. സെനൈൽ ലാക്സിറ്റി ഓഫ് ലിഡ് ടിഷ്യൂസ്, ലോസ് ഓഫ് ട്യൂൺ ഓഫ് ഓർബിക്കുലാരിസ് മസിൽ, വീക്ക്നെസ് ഓഫ് മീഡിയൽ ആൻഡ് ലാറ്ററൽ കാന്തസ് ടെൻഡൻസ്. സർജറി ആകുമ്പോൾ ലേസി ടി പ്രൊസീജിയർ, മീഡിയൽ കൺജങ്ക്റ്റിവോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും. സിസാട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ഡ്യൂ ടു സ്കിൻ സ്കാറിംഗ് ഇൻ തെർമൽ ബേൺസ്, കെമിക്കൽ ബേൺസ്. പാരലിറ്റിക് ഫേഷ്യൽ നെർവ് പാൽസി ഇൻ ലോവർ ലിഡ്. എക്ട്രോപ്പിയോണും എൻട്രോപ്പിയോണും ലോവർ ലിഡിൽ നമുക്ക് പിക്ക് നോക്കിയാൽ കാണാം. ഇപ്പം ഹെൽത്തി ഐ എൻട്രോപ്പിയോൺ ആകുമ്പോൾ കണ്ടില്ലേ, എൻട്രോപ്പിയോൺ താഴത്തെ ലോവർ ലിഡിനെ നോക്കിയാൽ മതി, ഇൻവാർഡ് ടേണിംഗ് ആണ്. എക്ട്രോപ്പിയോൺ ആകുമ്പോൾ ഔട്ട്വാർഡ് ടേണിംഗ് ആണ്. ഇനി ലാഗ് ഓഫ് താൽമോസ് എന്ന് പറയുമ്പോൾ ഇനബിലിറ്റി ടു വോളണ്ടറിലി ക്ലോസ് ഐലിഡ്, കോസസ് ഓർബിക്കുലാരിസ് പാരലിസിസ്. സിവിയർ എക്ട്രോപ്പിയോൺ, സിംബ്ലഫാരോൺ, മാർക്ക്ഡ് പ്രോപ്റ്റോസിസ്, ഓവർ കറക്ഷൻ ഓഫ് ടോസിസ്, കോമറ്റോസിഡ് പേഷ്യന്റ്, ഇതൊക്കെ നമ്മൾ ഇതായിട്ട് പറയും. ഓക്കെ, ടോസിസ് എന്ന് പറയുമ്പോൾ ഡ്രൂപ്പിംഗ് ഓഫ് അപ്പർ ലിഡ് മോർ ദാൻ നോർമൽ എന്ന് പറയുന്നത് 2 mm, അതിനേക്കാളും കൂടുതലായിട്ട് ഡ്രൂപ്പ് ആവാം. ടോസിസ് 2 ടൈപ്പ് ഉണ്ട്, കൺജനൈറ്റലും ഉണ്ട്, അക്വയർഡും ഉണ്ട്. കൺജനൈറ്റൽ മയോജനിക് ടോസിസും അക്വയർഡും. അക്വയർഡ് തന്നെ ന്യൂറോജനിക്, മയോജനിക്, അപ്പോ ന്യൂറോട്ടിക്, മെക്കാനിക്കൽ. കൺജനൈറ്റൽ എങ്ങനെയാ? ലെവേറ്റർ പാൽപബ്ര സുപ്പീരിയോറിസിന്റെ വീക്ക്നെസ് കാരണം ഡ്രൂപ്പിംഗ് ഓഫ് 1 or both lids at birth വിത്ത് ആബ്സെന്റ് ഓഫ് ലിഡ് ക്രീസ്, ലിഡ് ലാഗ്. പിന്നെ സിമ്പിൾ ഉണ്ട്, സുപ്പീരിയർ റെക്ടസിന്റെ വീക്ക്നെസ്, പിന്നെ ബ്ലെഫറോഫൈമോസിസ്. അക്വയർഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂറോജനിക് എന്ന് പറയുമ്പോൾ തേർഡ് നെർവ് പാൽസി, ഹോണർ സിൻഡ്രോം അതൊക്കെ വരും. മയോജനിക്കില് എന്തൊക്കെ വരും? മയാസ്തീനിയ ഗ്രാവിസ്, ട്രോമ ടു LPS മസിൽ, പിന്നെ അപ്പോ ന്യൂറോട്ടിക്. ഇതിൽ സെനയില് പോസ്റ്റ് കാറ്ററാക്ട് ഓപ്പറേഷൻസ്, മെക്കാനിക്കലിൽ ലിഡ് ട്യൂമേഴ്സ്, ലിഡ് എഡിമ, മൾട്ടിപ്പിൾ ചെലാസിയ, അതൊക്കെ പറയാം.
ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ടോസിസ് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് പറയാം. 2 mm ആണെങ്കിൽ മൈൽഡ് ആണ്, 3 mm ആണെങ്കിൽ മോഡറേറ്റ്, ഗ്രേറ്റർ ദാൻ 4 mm ആണെങ്കിൽ സിവിയർ. സ്യൂഡോപ്റ്റോസിസ് എന്ന് പറയുമ്പോൾ ഏതിലൊക്കെ വരാം? മൈക്രോഫ്താൽമോസ്, അനോഫ്താൽമോസ്, എനോഫ്താൽമോസ്. ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഫുസാനല്ല സെർവാറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എക്സിഷൻ ഓഫ് അപ്പർ ബോർഡർ ഓഫ് ടാർസസ് ടുഗദർ വിത്ത് ലോവർ ബോർഡർ ഓഫ് മുള്ള മസിൽ ആൻഡ് അണ്ടർലൈങ് കൺജങ്ക്റ്റീവ. പിന്നെ അതുപോലെ ലെവേറ്റർ റിസെക്ഷൻ ചെയ്യാം, ബ്രോ സസ്പെൻഷൻ ചെയ്യാം. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ടോസിസ്. ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ് ആണല്ലോ, അപ്പോൾ ഡ്രൂപ്പി ഐലിഡ്സ്, ക്രോസ്ഡ് ഐസ്, ഐസ് ഫാറ്റിക് ആവുക, ഡിഫിക്കൽട്ടി ഇൻ ബ്ലിങ്കിങ്, ഡ്രൈ ഓർ വാട്ടറി ഐസ്, ഡബിൾ വിഷൻ. ട്യൂമേഴ്സ് ഓഫ് ഐലിഡ് ഏതൊക്കെ? ബിനൈൻ ഉണ്ട്, പ്രീ ക്യാൻസറസ് ഉണ്ട്, മാലിഗ്നന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ബിനൈനിൽ പാപ്പില്ലോമ, സാന്തലാസ്മ, കാപ്പിലറി ഹെമാൻജിയോമ, ന്യൂറോഫൈബ്രോമ. പ്രീ ക്യാൻസറസിൽ കാർസിനോമ ഇൻസിറ്റു, സീറോഡെർമ പിഗ്മെന്റോസ. മാലിഗ്നന്റിൽ ബേസൽ സെൽ കാർസിനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, സെബേഷ്യസ് ഗ്ലാൻഡ് കാർസിനോമ ഒക്കെ പറയാം. മാലിഗ്നന്റ് മെലനോമ. ഇനി ലാക്രിമൽ അപ്പാരറ്റസിന്റെ ഡിസീസ്, അതിൽ മെയിൻലി ലാക്രിമൽ അപ്പാരറ്റസ് എന്താണെന്ന് അറിയണം. പിന്നെ ടിയർ ഫിലിം, ഡാക്രോസിസ്റ്റൈഡ്. ഓക്കെ, അപ്പം ലാക്രിമൽ അപ്പാരറ്റസ് ലാക്രിമൽ ഗ്ലാൻഡ് ഉണ്ട്, അതിന് ലാക്രിമൽ ഡക്റ്റ് ഉണ്ടാവും. പിന്നെ അപ്പർ കനാലിക്കുലസ്, ലോവർ കനാലിക്കുലസ്, കോമൺ കനാലിക്കുലൈ, ലാക്രിമൽ സാക്ക്, നാസോ ലാക്രിമൽ ഡക്റ്റ്, വാൾവ് ഓഫ് ഹെസ്നർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലാക്രിമൽ ഗ്ലാൻഡിന്റെ അപ്പർ പാർട്ട് ലാർജർ ആണ്, ലോവർ അപ്പർ ഓർബിറ്റൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ലാർജർ ആണ്, പിന്നെ ലോവർ പാൽപബ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ സ്മോളർ ആണ്. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ 10 to 12 ഡക്റ്റ് ഉണ്ട്, ഓപ്പൺ ഇൻ ലാറ്ററൽ പാർട്ട് ഓഫ് സുപ്പീരിയർ ഫോർണിക്സ്. പിന്നെ ആക്സസറി ആയിട്ട് എന്തൊക്കെ ഗ്ലാൻഡ് ഉണ്ടാവും? ലാക്രിമൽ ഗ്ലാൻഡ് ആക്സസറി ഗ്ലാൻഡ് ആണ്, ഗ്ലാൻഡ് ഓഫ് ക്രോസേ, ഗ്ലാൻഡ് ഓഫ് വോൾഫ്രിങ്, ക്രോസയും വോൾഫ്രിങ്ങും. പിന്നെ ബ്ലഡ് സപ്ലൈ പറയുമ്പോൾ ലാക്രിമൽ ആർട്ടറി ആണ്, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഓഫ്താൽമിക് ആർട്ടറി. പിന്നെ നമ്മൾ നെർവ് സപ്ലൈ പറയുമ്പോൾ സെൻസറി ആയിട്ട് ലാക്രിമൽ നെർവിനെയാണ് പറയുന്നത്. ഓഫ്താൽമിക് ഡിവിഷൻ ഓഫ് ഫിഫ്ത്ത് നെർവിന്റെ ബ്രാഞ്ച് ആണ്. പിന്നെ സിമ്പത്തറ്റിക് ആയിട്ട് ഫ്രം സെർവൈക്കൽ സിമ്പത്തറ്റിക് ചെയിൻ, സെക്രിറ്റോ മോട്ടോർ ഫൈബേഴ്സ്, അതൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടിയർ ഫിലിം നോക്കാം. ടിയർ ഫിലിം മെയിൻലി നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാ പറയാം. ലിപ്പിഡ് ലെയർ, ഓയിലി ലെയർ, അക്വസ് ലെയർ, മ്യൂക്കസ് ലെയർ. കാണാലോ, ഏറ്റവും ഔട്ടറിലുള്ളത് ലിപ്പിഡ് ലെയർ, പിന്നെ അക്വസ് ലെയർ. ഓക്കെ, അതിൽ മ്യൂക്കസ് ലെയർ എന്ന് പറഞ്ഞാൽ ഇന്നർമോസ്റ്റ് ആണ്, തിന്നസ്റ്റ് ആണ്, കൺവേർട്ട് ഹൈഡ്രോഫോബിക് കോർണിയൽ സർഫേസ് ഇൻറ്റു ഹൈഡ്രോഫിലിക്. പിന്നെ അക്വസ് ലെയർ തിക്കസ്റ്റ് ആണ്, ടിയർ സെക്രീറ്റഡ് ബൈ മെയിൻ ആൻഡ് ആക്സസറി ഗ്ലാൻഡ്സ്, ആൽക്കലൈൻ, സാൾട്ടിഷ്. പിന്നെ ഇതിൽ തന്നെ ആന്റി ബാക്ടീരിയൽസ്, ലൈസോസൈം, ബീറ്റ ലൈസിൻ, ലാക്ടോഫെറിൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ലിപ്പിഡ് ലെയർ ഔട്ടർ മോസ്റ്റ് ആണ്, സെക്രീഷൻ ഓഫ് മെയ്ബോമിയൻ, സീസ്, മോള്, പ്രിവെന്റ് ഔട്ട്ഫ്ലോ ഓഫ് ടിയേഴ്സ്, റിട്ടാർഡ് എവാപറേഷൻ, ലിബറേറ്റ് ഐലിഡ്. ഫംഗ്ഷൻ പറയുമ്പോൾ കീപ് കൺജങ്ക്റ്റീവ, കോർണിയ മോയിസ്റ്റ്, പ്രൊവൈഡ് ഓക്സിജൻ ടു കോർണിയൽ എപ്പിത്തീലിയം, washes away the debris, antibacterial activity, noxious irritant ഒക്കെ ഒഴിവാക്കുന്നു. ഓക്കെ, ഡ്രൈ ഐയുടെ എറ്റിയോളജി പറയുമ്പോൾ അക്വസ് ടിയർ ഫിലിമിന്റെ ഡെഫിഷ്യൻസിയും പറയാം, പിന്നെ അതേപോലെ എവാപറേറ്റീവ് ഡ്രൈ ഐയും. അക്വസ് ടിയർ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ? കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക. ഇതിനെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, ജോഗ്രൻ സിൻഡ്രോമും നോൺ ജോഗ്രൻ സിൻഡ്രോമും. ജോഗ്രൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് പ്യുവർ KCS പറയാം, പ്രൈമറി ജോഗ്രൻസ് പറയാം, സെക്കൻഡറി പറയാം. പ്യുവർ KCS എന്ന് പറഞ്ഞാൽ പ്യുവർ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക എന്ന് പറഞ്ഞാൽ ഓൺലി ലാക്രിമൽ ഗ്ലാൻഡ് മാത്രമാണ് ഡാമേജ് ആയത് ബൈ ഇൻഫിൽട്രേഷൻ വിത്ത് മോണോന്യൂക്ലിയർ സെൽസ്. പിന്നെ പ്രൈമറി ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ KCS പ്ലസ് ഡ്രൈ മൗത്ത്, സീറോസ്റ്റോമിയ ഉണ്ട്, KCS ഉണ്ട്, രണ്ടും കൂടെ. പിന്നെ സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോമിൽ ഇതിന്റെ കൂടെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറും കൂടെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഓക്കെ, ജോഗ്രൻസ് കഴിഞ്ഞു. ഇനി നോൺ ജോഗ്രൻസ് പറയുമ്പോൾ മെയിൻലി അതിൽ കൺജനൈറ്റൽ അലാക്രീമിയ ഒക്കെ പറയാം. ഇനി എവാപറേഷൻ, അപ്പൊ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു, അക്വസ് ടിയർ ഡെഫിഷ്യൻസി. വേറെ ഒന്നെന്താ? എവാപറേറ്റീവ് ഡ്രൈ ഐ. എവാപറേറ്റീവിൽ തന്നെ മ്യൂസിൻ ഡെഫിഷ്യൻസി ഡ്രൈ ഐ ഉണ്ടാവാം, ലിപ്പിഡ് ഡെഫിഷ്യൻസി അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. പിന്നെ ബാക്കിയുള്ള ഇമ്പയർഡ് ഐലിഡ് ഫങ്ഷൻസ് ലൈക്ക് ബെൽസ് പാൽസി, സിംപ്ലഫാരോണ്, ലാക്ക് ഓഫ് താൽമോസ്, എക്ട്രോപിയോണ്, അതൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ടിയർ ഫിലിം ടെസ്റ്റുകൾ ഉണ്ട്. ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം, ബട്ട് എന്ന് ആലോചിച്ചാൽ മതി. ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം അത് നോക്കും നമ്മൾ. അത് ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ ബിറ്റ്വീൻ കംപ്ലീറ്റ് ബ്ലിങ്ക് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡ്രൈ സ്പോട്ട് ഓൺ കോർണിയ. ഇതിന്റെ നോർമൽ വാല്യൂ 15 to 35 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 10 സെക്കൻഡിനേക്കാളും കുറയുകയാണെങ്കിൽ തന്നെ ഓക്കെ, ഇത് അൺസ്റ്റേബിൾ ആണ് ടിയർ ഫിലിം എന്ന് മനസ്സിലാക്കാം. അതാണ് ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം, ഇന്റർവെൽ ബിറ്റ്വീൻ കംപ്ലീറ്റ് ബ്ലിങ്ക് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡ്രൈ സ്പോട്ട് ഓൺ
cornea. ഇനി ഷ്യൂമർ ഐ ടെസ്റ്റ്. ഷ്യൂമർ ഐ ടെസ്റ്റ് എന്താ? മെഷേഴ്സ് ദി ടോട്ടൽ ടിയർ സെക്രീഷൻ എത്രയുണ്ട്, പ്രൊഡക്ഷൻ എത്രയുണ്ട് നോക്കുന്നതാണ് ഷ്യൂമർ ഐ ടെസ്റ്റ്. നോർമലി 15 mm ആണ്. പിന്നെ നമ്മൾ പറയും വാല്യൂസ് ബിറ്റ്വീൻ 5 and 10 ആണെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് നമ്മൾ പറയും. 5-നേക്കാളും കുറവാണെങ്കിൽ സിവിയർ ഡ്രൈ ആയി എന്നൊക്കെ പറയും. അതിന് ട്രീറ്റ്മെന്റ് എന്താ ചെയ്യുക? ടിയർ കൺസർവേഷൻ ബൈ ഡിക്രീസിങ് റൂം ടെമ്പറേച്ചർ, പിന്നെ ടിയർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുക, പോളിവിനൈൽ ആൽക്കഹോള്, കാർബോക്സിമിഥൈൽ സെല്ലുലോസ്. ഇനി മ്യൂക്കോലിറ്റിക്സും കൊടുക്കാലോ, അസറ്റൈൽ-സിസ്റ്റീൻ, സൈക്ലോസ്പോറിൻ ഐ ഡ്രോപ്സ്. ഇനി ഡാക്രോസിസ്റ്റൈറ്റിസ്. ഡാക്രോസിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ കൺജനൈറ്റൽ ഉണ്ട്, അക്വയർഡ് ഉണ്ട്. അക്വയർഡിൽ തന്നെ അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. ഓക്കെ, കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ കുഞ്ഞി പിള്ളേരിൽ, ഇൻഫാൻസിൽ 30% ന്യൂ ബോൺ ഇൻഫാൻസിനും എന്തുണ്ട്? ക്ലോഷർ ഓഫ് നാസോലാക്രിമൽ ഡക്ട് അറ്റ് ബർത്ത്, മോസ്റ്റ്ലി ഡ്യൂ ടു മെംബ്രേനസ് ഒക്ലൂഷൻ അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ് നിയർ ദി വാൾവ് ഓഫ് ഹാസ്നർ. അപ്പം വാട്ടറിംഗ് ഡെവലപ്പ് ആഫ്റ്റർ 7 days ഓഫ് ബർത്ത് ഫോളോഡ് ബൈ മ്യൂക്കോപുർലൻ ഡിസ്ചാർജ്. റിഗർഗിറ്റേഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ക്രിഗ്ലസ് മസാജ് എന്നാ പറയാ. ഹൈഡ്രോസ്റ്റാറ്റിക് മസാജ് ചെയ്യും. എവിടെ? ലാക്രിമൽ സാക്കിന്റെ ആ ഒരു ഏരിയയിൽ ഹൈഡ്രോസ്റ്റാറ്റിക് മസാജ് ചെയ്യും. അതിന്റെ കൂടെ ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സും. എന്തിനു വേണ്ടിയിട്ട്? ആ ബ്ലോക്കിന് കുറച്ചൊരു റിലീവ് ഉണ്ടാവാൻ വേണ്ടി. അപ് ടു 6 months ഓഫ് ഏജിൽ അങ്ങനെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടും റിലീഫ് ഒന്നും ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താ? പ്രോബ് ചെയ്യുക. പ്രോബിംഗ് ഓഫ് നാസോലാക്രിമൽ ഡക്ട് വിത്ത് ബോമാൻസ് പ്രോബ് വെച്ചിട്ട് പ്രോബ് ചെയ്യും. ഇങ്ങനെ പ്രോബ് ചെയ്തു, റെഡി ആവണില്ല. അപ്പൊ നമ്മളൊരു 3 to 4 വീക്കിന് ശേഷം ഒന്നും കൂടെ പ്രോബ് ചെയ്ത് നോക്കുക. അപ്പോഴും റെഡി ആവണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻ എന്താ? ബലൂൺ കാത്തറ്റർ, ബലൂൺ കാത്തറ്ററൈസേഷൻ. അതും റെഡി ആവണില്ലെങ്കിൽ പിന്നെ ഇൻറ്റുബേഷൻ വിത്ത് സിലിക്കോൺ ട്യൂബ് വെച്ചിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഓപ്ഷൻ എന്താ? ഓപ്പറേഷൻ അല്ലേ? ഡാക്രോസിസ്റ്റോ റൈനോസ്റ്റമി. ഡാക്രോസിസ്റ്റോ ഈ DCR ചെയ്യണമെങ്കിൽ അതിന്റെ ഒപ്റ്റിമം ഏജ് എന്ന് പറയുന്നത് അഡൾട്ട്. പിന്നെ അഡൾട്ട് ഡാക്രോസിസ്റ്റൈറ്റിസ് അതിൽ അക്വയർഡിൽ അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അക്യൂട്ടിൽ എന്താ പറയാ? ഒബ്സ്ട്രക്ഷൻ ഓഫ് നാസോലാക്രിമൽ ഡക്ട്, സ്റ്റാസിസ് ഓഫ് സെക്രീഷൻ ഇൻ സാക്ക്, സെക്കൻഡറി ഇൻഫെക്ഷൻ. പിന്നെ നമുക്ക് സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻ, സ്വെല്ലിങ്, ഫീവർ, അതൊക്കെയാണ് കംപ്ലൈന്റ് ആയിട്ടുണ്ടാവുക. ഈ കോംപ്ലിക്കേഷൻ ആയിട്ട് ലാക്രിമൽ ആബ്സസ്, ഫിസ്റ്റുല. ട്രീറ്റ്മെന്റ് എന്താ? സിസ്റ്റമിക് ആന്റിബയോട്ടിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ്. ലോക്കലി വേണമെങ്കിൽ ഹോട്ട് കംപ്രഷൻ ചെയ്യാം, DCR. ഇനി ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ് മോസ്റ്റ് കോമൺ ആണ്. ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ. വാട്ടറിങ്, ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും. സിറിഞ്ചിങ് നമ്മൾ സിറിഞ്ചിങ് ചെയ്ത് നോക്കുമ്പോൾ മ്യൂക്കോയിഡ് റിഗർഗിറ്റേഷൻ കാണും. പങ്ക്റ്റത്തുനിന്ന് മ്യൂക്കോയിഡ് റിഗർഗിറ്റേഷൻ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? നാസോലാക്രിമൽ ഡക്റ്റിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യും? ഡാക്രോസിസ്റ്റക്ടമി ചെയ്യും. ഡാക്രോസിസ്റ്റോ റൈനോസ്റ്റമി ആണ് ചെയ്യുക. അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഡാക്രോസിസ്റ്റക്ടമി ചെയ്യും. ഇനി ഓർബിറ്റ് ആൻഡ് ഓക്യുലാർ ഇഞ്ചറി. ഇതിൽ മെയിൻ തൈറോയിഡ് ഐ ഡിസീസ്, ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ഓർബിറ്റൽ അപ്പെക്സ് സിൻഡ്രോം, എഫക്ട്സ് ഓഫ് ബ്ലൻഡ് ഇഞ്ചറി ടു ഐ, ചാൽക്കോസിസ്. അതൊക്കെ തൈറോയിഡ് ഐ ഡിസീസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. സെക്കൻഡറി ടാർഗറ്റ് എക്സ്ട്രാ ഓക്യുലാർ മസിൽസ്. പ്രോപ്റ്റോസ് എങ്ങനെ ഉണ്ടാവുന്നത്? ബൈ ഹൈലൂറോണിക് ആസിഡ് ആൻഡ് ഇൻറ്റർസ്റ്റീഷ്യൽ എഡിമ, ഇൻഫ്ലമേറ്ററി സെൽസ്. ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് നമുക്ക് ലിഡ് സൈൻസ് പറയാം. ലിഡ് ലാഗ്, എൻറോത്ത് സൈൻ, ജിഫോർഡ്, സ്റ്റെൽവാഗ്. ലിഡ് ലാഗിന്റെ വേറെ പേരാണ് ബോൺ ഗ്രാഫെ സൈൻ. ഗ്ലോബ് ഡൗൺവേർഡ് മൂവിങ്, അപ്പർ ലിഡ് ലാഗ്സ് ബിഹൈൻഡ് ഇറ്റ്. പിന്നെ എൻറോത്ത് സൈൻ. എൻറോത്ത് സൈൻ എന്ന് പറയുമ്പോൾ ഫുൾനെസ് ഓഫ് ഐലിഡ് ഡ്യൂ ടു എഡിമ. പിന്നെ ജിഫോർഡ് സൈൻ, ഡിഫിക്കൽട്ടി ടു എവേർട്ട്, ഐലിഡിനെ എവേർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടി. പിന്നെ സ്റ്റെൽവാഗ്. സ്റ്റെൽവാഗ് എന്ന് പറയുമ്പോൾ ഇൻഫ്രീക്വന്റ് ബ്ലിങ്കിങ്. അതാണ് ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്ലിങ്കിങ് ആണ് സ്റ്റെൽവാഗ്. ജിഫോർഡ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ടു എവേർട്ട് ഐലിഡ്. എൻറോത്ത് സൈൻ ഫുൾനെസ് ഓഫ് ഐലിഡ് ഡ്യൂ ടു എഡിമ. പിന്നെ ലിഡ് ലാഗ് ആവുക, അതാണ് ലിഡ് ലാഗ്. വോൺ ഗ്രാഫെ, ലിഡ് ലാഗ് ആവുക. നമ്മൾ പറഞ്ഞല്ലോ അപ്പർ ലിഡ് ലാഗ് ആയിന്ന്. ഗ്ലോബ് ഡൗൺവേർഡ് മൂവിങ്, അപ്പർ ലിഡ് ലാഗ്സ് ബിഹൈൻഡ്. ഓക്കെ. പിന്നെ അതേപോലെ തൈറോയിഡ് ഐ ഡിസീസിൽ ഒക്യുലാർ മോട്ടിലിറ്റി ഡിഫക്ട്സ് ഉണ്ടാവും. മോസ്റ്റ് കോമൺ ആണ് യൂണിലാറ്ററൽ എലവേറ്റർ പാൽസി ബൈ ഫൈബ്രോട്ടിക് കൺട്രാക്ചർ ഓഫ് ഇൻഫീരിയർ റെക്ടസ്. ഫസ്റ്റ് ഇൻഫീരിയർ റെക്ടസിന്റെ ഫൈബ്രോട്ടിക് കൺട്രാക്ചർ, പിന്നെ മീഡിയൽ റെക്ടസ്, പിന്നെ സുപ്പീരിയർ റെക്ടസ്, പിന്നെ ലാറ്ററൽ റെക്ടസ്. എക്സ്റ്റേണൽ ഓഫ്താൽമോളജി വെച്ച് നോക്കുമ്പോൾ വെർട്ടിക്കൽ ഡിപ്ലോപ്പിയ ഉണ്ടാവും ബിക്കോസ് ഓഫ് പാരലൈസിസ് ഓഫ് വെർട്ടിക്കലി ആക്ടിങ് മസിൽ, ഇൻഫീരിയർ ഒബ്ലിക്കിന്റെ പാരലൈസിസ് കാരണം. പിന്നെ എക്സോഫ്താൽമോസ് സെക്കൻഡ് മോസ്റ്റ് കോമൺ ആണ്. എന്ത്? എക്സോഫ്താൽമോസ്. ഇനി വേർണർ ക്ലാസിഫിക്കേഷൻ. വേർണർ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ആലോചിച്ചാൽ മതി? 6 ക്ലാസ് ഉണ്ട്. നോ സ്പെക്സ് എന്ന് ആലോചിച്ചാൽ മതി. നോ സ്പെക്സ്. ഓക്കെ, എങ്ങനെയാണ്? ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2, 3, 4, 5, 6. ക്ലാസ് 0 എന്ന് പറയുമ്പോൾ നോ സൈൻസും സിംറ്റംസ് ഒന്നും ഇല്ല. ക്ലാസ് 1 എന്ന് പറയുമ്പോൾ ഓൺലി സൈൻസ്. പിന്നെ ക്ലാസ് 2 സോഫ്റ്റ് ടിഷ്യൂ ഇൻവോൾവ്മെന്റ്, ക്ലാസ് 3 പ്രോപ്റ്റോസിസ്, ക്ലാസ് 4 എക്സ്ട്രാ ഒക്യുലാർ മസിൽ ഇൻവോൾവ്മെന്റ്, ക്ലാസ് 5 കോർണിയൽ ഇൻവോൾവ്മെന്റ്, 6 സൈറ്റ് ലോസ്.
ഇനി ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്. ഈ പിക്ക് നോക്കിയാൽ മതി. എന്തൊക്കെയാ കാണാം? ബൾജിങ് ആൻഡ് സ്വോളൻ ഐലിഡ്, ഡിസ്കളറേഷൻ അതുപോലെ റെഡ്നെസ് ഇൻ സറൗണ്ടിങ് സ്കിന്ന്. ഓക്കെ, അപ്പോൾ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു സപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ ഓഫ് ഫാറ്റ് ആൻഡ് സെല്ലുലാർ ടിഷ്യൂസ് ഓഫ് ഓർബിറ്റലെ ഫാറ്റിൻ്റെയും അതേപോലെ സെല്ലുലാർ ടിഷ്യൂസിൻ്റെയും ഒക്കെ ഒരു സപ്പറേറ്റീവ് ഇൻഫ്ലമേഷൻ. പിന്നെ നമുക്ക് പറയാം റിസൾട്ട് ഫ്രം പെനിട്രേറ്റിംഗ് ഇഞ്ചറി വഴിയാണ് ഈ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ഉണ്ടാവുക. റിസൾട്ട് ഫ്രം പെനിട്രേറ്റിംഗ് ഇഞ്ചറി അസോസിയേറ്റഡ് വിത്ത് ഇൻട്രാ ഒക്കുലാർ ഫോറിൻ ബോഡി ഓപ്പറേഷൻസ് ലൈക്ക് എവിസറേഷൻ, എന്യൂക്ലിയേഷൻ, ഡാക്രോസിസ്റ്റെക്ടമി, ഓർബിറ്റോട്ടമി. ഫീച്ചർ എന്താ? സ്വെല്ലിംഗ് ഓഫ് ലിഡ്, പിന്നെ പ്രോപ്റ്റോസിസ്, പിന്നെ ഒക്കുലാർ മൂവ്മെന്റ് ഒക്കെ ഒബ്ലിട്രേറ്റ് ആയി. പിന്നെ എന്നാ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുമ്പോൾ CRAO, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, കോർണിയൽ. ഓക്കെ, പിന്നെ ഓർബിറ്റൽ അപ്പെക്സ് സിൻഡ്രോമിന്റെ അതിലുള്ള ഒരു ട്രയാഡ് ഉണ്ട്. അനസ്തീഷ്യ, ഒഫ്താൽമോപ്ലീജിയ, അമറോസിസ്. ഈ മൂന്നെണ്ണമാണ് ആലോചിക്കുന്നത്. അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഇൻ ദി റീജിയൻ ഓഫ് സപ്ലൈ ഓഫ് ഒഫ്താൽമിക് ഡിവിഷൻ ഓഫ് ഫിഫ്ത്ത് നെർവ്. പിന്നെ ഒഫ്താൽമോപ്ലീജിയ ഡ്യൂ ടു പാരാസിസ് ഓഫ് തേർഡ്, ഫോർത്ത്, സിക്സ്ത് ക്രേനിയൽ നെർവ്. പിന്നെ അമറോസിസ് മൂവ്മെന്റ് ഓഫ് ഒപ്റ്റിക് നെർവ്. ഇനി ബ്ലൻഡ് ഇഞ്ചറി ടു, കണ്ണിലോട്ട് ബ്ലൻഡ് ഇഞ്ചറി, ഓപ്പൺ ഗ്ലോബ് ഇഞ്ചറിയും വരാം, ക്ലോസ്ഡ് ഗ്ലോബ് ഇഞ്ചറിയും വരാം. ഓപ്പൺ ഗ്ലോബ് ഇഞ്ചറി എന്ന് പറയുമ്പോൾ നോ ഫുൾ തിക്നെസ് ഓഫ് വൂണ്ട്, ഇൻട്രാഒക്കുലാർ ഡാമേജ് ഉണ്ട്, എന്തൊക്കെയാ കൺഡ്യൂഷനും ലാമെല്ലാർ ലാസറേഷനും ഒക്കെ. പിന്നെ ക്ലോസ്ഡ് ഗ്ലോബ് ഇഞ്ചറി ഫുൾ തിക്നെസ് ഓഫ് വൂണ്ട് ഓഫ് ഐബോൾ, റപ്ചറും ഉണ്ടാവും ലാസറേഷനും ഉണ്ടാവും. റപ്ചർ എന്ന് പറയുമ്പോൾ ബൈ ബ്ലൻഡ് ട്രോമ, ലാസറേഷൻ ബൈ ഷാർപ്പ് ഒബ്ജക്റ്റ് പെനിട്രേറ്റിംഗ് ഓർ പെർഫറേറ്റിംഗ്. ഓക്കെ, ക്ലോസ്ഡ് ഗ്ലോബ് ഇഞ്ചറി. ക്ലോസ്ഡ് ഗ്ലോബ് ഇഞ്ചറി ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞു ഓൾറെഡി, നോ ഫുൾ തിക്നെസ് ഓഫ് വൂണ്ട് ഇൻ ഐബോൾ. അപ്പോൾ ഫുൾ തിക്നെസ്സിന് എഫക്റ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ പാർഷ്യൽ കോർണിയൽ ടിയർ ഉണ്ടാവും, അതിലൂടെ ബ്ലഡ് സ്റ്റെയിൻസ് വരില്ലേ. അപ്പോൾ ബ്ലഡ് സ്റ്റെയിനിങ് ഓഫ് കോർണിയ അസോസിയേറ്റഡ് വിത്ത് ഹൈഫമ ആൻഡ് ഇൻക്രീസ്ഡ് IOP, റെഡിഷ് ബ്രൗൺ ഗ്രീനിഷ് കളർ. പിന്നെ ഇറിഡോ ഡയാലിസിസ് ഉണ്ടാവും, ഡിറ്റാച്ച്മെന്റ് ഓഫ് ഐറിസ് ഫ്രം റൂട്ട്, അതാണ് ഇറിഡോ ഡയാലിസിസ്. പിന്നെ ആന്റി ഫ്ലെക്ഷൻ ഓഫ് ഐറിസും ഉണ്ടാവും, റിട്രോഫ്ലെക്ഷൻ ഓഫ് ഐറിസും ഉണ്ടാവും. ആന്റി ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഓഫ് ഡിറ്റാച്ച്ഡ് പോർഷൻ ഓഫ് ഐറിസ്, പോസ്റ്റീരിയർ സർഫേസ് ഫേസസ് ആന്റീരിയർലി, അങ്ങനെ. പിന്നെ റിട്രോഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ റിട്രോഫ്ലെക്ഷൻ ഓഫ് ഐറിസ്, ഹോൾ ഐറിസ് ഡൗൺ, ഐറിസ് മൊത്തം ഡബിൾ ബാക്ക് ടു സീലിയറി റീജിയൻ ആൻഡ് ബിക്കം ഇൻവിസിബിൾ. ഇനി ട്രോമാറ്റിക് കാറ്ററാക്ട്. ട്രോമാറ്റിക്കിലെ ഏർലി റോസെറ്റും ഉണ്ട്, ലേറ്റ് റോസെറ്റും ഉണ്ട്. ഏർലി റോസെറ്റ് മോസ്റ്റ് ടിപ്പിക്കൽ ഫോം ഓഫ് കൺകഷൻ കാറ്ററാക്ട്. അപ്പിയറൻസ് എന്താ? ഫെദറി ലൈൻസ് ഓഫ് ഒബാസിറ്റീസ് അലോങ് സ്റ്റാർ ഷേപ്ഡ് സ്യൂച്ചർ ലൈൻസ്, യൂഷ്വലി ഇൻ പോസ്റ്റീരിയർ കോർട്ടക്സ്. ലേറ്റ് റോസെറ്റിൽ എന്താ? റോസെറ്റ് ഷേപ്ഡ് ട്രോമാറ്റിക് കാറ്ററാക്ട് അറ്റ് പോസ്റ്റീരിയർ കോർട്ടക്സ് 1 to 2 years ആഫ്റ്റർ ഇഞ്ചറി. ലേറ്റ് റോസെറ്റ് അല്ല, അപ്പം ഇഞ്ചറി കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ലേറ്റ് റോസെറ്റ് ഷേപ്പിൽ ട്രോമാറ്റിക് കാറ്ററാക്ട് ഉണ്ടാവുന്നത്. ഫ്യൂച്ചറൽ നമ്മൾ ഏർലി റോസെറ്റിൽ പറഞ്ഞു ഈ ഫ്യൂച്ചറുള്ള അവിടെ ആ ഒരു സ്റ്റാർ ഷേപ്ഡ് അതിന് ചുറ്റും ഒരു ഫെദറി ലൈൻസ് ഓഫ് ഒപ്പാസിറ്റി ഉണ്ടാവും പറഞ്ഞില്ലേ. ലേറ്റ് റോസെറ്റിൽ ഫ്യൂച്ചറൽ എക്സ്റ്റൻഷൻസ് ഷോർട്ടർ ആണ്, മോർ കോമ്പാക്ട് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി ചെറിയ റെഡ് സ്പോട്ട്. ചെറിയ റെഡ് സ്പോട്ട് ഏതിലൊക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം ഏതൊക്കെയാണ്. CRAO, കൊമോഷ്യോ റെറ്റിന, ബെർലിൻസ് എഡിമ, പിന്നെ മെറ്റബോളിക് സ്റ്റോറേജ് ഡിസീസസ് ലൈക്ക് ടേ സാക്ക് ഡിസീസ്, സാൻഡ്ഹോഫ്, നെയ്മാൻ പിക്ക്, ഗോച്ചർ ഡിസീസ്, സാലിഡോസിസ്. കൊമോഷ്യോ റെറ്റിന എന്ന് പറയുമ്പോൾ ബെർലിൻസ് എഡിമ അല്ലേ, അതെന്നാ ട്രോമാറ്റിക് മാക്കുലർ എഡിമ ആസ് മിൽക്കി വൈറ്റ് ക്ലൗഡിനെസ് ഇൻവോൾവിംഗ് പോസ്റ്റീരിയർ പോൾ വിത്ത് ചെറി റെഡ് സ്പോട്ട് ഇൻ ഫോവിയൽ റീജിയൻ. സംഭവം നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ചെറി റെഡ് സ്പോട്ട് അതിലൊക്കെ ഉണ്ടാവും. CRAO, കൊമോഷ്യോ റെറ്റിനെ, പിന്നെ മെറ്റബോളിക് സ്റ്റോറേജ് ഡിസീസ് ടേ സാക്ക്, സാൻഡ്ഹോഫ്, നെയ്മാൻ പിക്ക്, ഗോച്ചേഴ്സ്. ഈ സിമ്പതറ്റിക് ഒഫ്താൽമൈറ്റിസ്. സിമ്പതറ്റിക് ഒഫ്താൽമൈറ്റിസ് ഒരു സീരിയസ് ബൈലാറ്ററൽ ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണല്ലോ. പാൻയുവിയൈറ്റിസ്, പെനട്രേറ്റിംഗ് ട്രോമ. ഇത് ഇഞ്ചേർഡ് ആയി എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആയി, നോർമൽ ആയി എന്താ സിമ്പതൈസിങ് ആയി. പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സും പിന്നെ അതുപോലെ പാത്തോളജിയും. പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഓൾവേസ് ഫോളോ പെനട്രേറ്റിംഗ് വൂണ്ട്. വൂണ്ട്സ് ഇൻ സീലിയറി റീജിയൻ ആണ് മോർ പ്രോൺ ടു ഇറ്റ്. സോ സീലിയറി റീജിയൻ നമ്മൾ ഡേഞ്ചറസ് സോൺ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൂണ്ട്സ് വിത്ത് ഇൻകാറ്ററേഷൻ ഓഫ് ഐറിസ്, സീലിയറി ബോഡി ഓർ ലെൻസ് ക്യാപ്സ്യൂൾ മോർ വൾണറബിൾ ആണ്. പിന്നെ മോസ്റ്റ് കോമൺലി ചിൽഡ്രനിലാണ്, അഡൽട്ടിനേക്കാളും. പാത്തോളജി പറയുമ്പോൾ ഡാലൻ ഫിച്ച് നോഡ്യൂൾസ് എങ്ങനെയാ? ബൈ പ്രൊലിഫറേഷൻ ഓഫ് പിഗ്മെന്റ് എപ്പിത്തീലിയം ഓഫ് ഐറിസ്, സീലിയറി ബോഡി, കൊറോയിഡ് അസോസിയേറ്റഡ് വിത്ത് ഇൻവേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ആൻഡ് എപ്പിത്തീലോയിഡ് സെൽസ്. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ സിമ്പതൈസിങ് ആയി ഇല്ലേ, എന്നുവെച്ചാൽ സൗണ്ട് ആയി, ഇൻവോൾവ് ആഫ്റ്റർ 4 to 8 weeks ഓഫ് ഇഞ്ചറി നടന്നു. സാധാരണ ഇപ്പം റൈറ്റ് കണ്ണിലാണ് ഇഞ്ചറി വന്നതെന്ന് വിചാരിക്കുക, എന്നിട്ടൊരു 4-8 വീക്കൊക്കെ കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നത്.
സിമ്പതൈസിങ് കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ്. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക? ആസ് അക്യൂട്ട് പ്ലാസ്റ്റിക് ഐറൈറ്റിസ്. അവർക്ക് എന്തൊക്കെ സിംറ്റം ഉണ്ടാവും? ഫോട്ടോഫോബിയ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, വീക്കനിങ് ഓഫ് അക്കോമഡേഷൻ, അതൊക്കെയാണ് ഏർലിയസ്റ്റ് സിംറ്റം. പ്രൊഫൈലാക്സിസ് എന്താ? വെളി എക്സിഷൻ ഓഫ് ഇഞ്ചേർഡ് അതിനെ വേഗം എക്സസൈസ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ സ്റ്റീറോയിഡിനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ചാൽക്കോസിസ്. ചാൽക്കോസിസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ അലോയ് ഓഫ് കോപ്പർ ഇൻ ഐ. മെക്കാനിസം എന്നാ? കോപ്പർ അയോൺസ് ഫ്രം അലോയ് ഡിസോസിയേറ്റഡ് ഇലക്ട്രോലിറ്റിക്കലി, ഡിപ്പോസിഷൻ അണ്ടർ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ്, നോ ഡീജനറേഷൻ. ശ്രദ്ധിക്കണം, ഡീജനറേഷൻസ് ഇല്ല. അയൺ ഒക്കെ ആണെങ്കിൽ എന്താ? മെംബ്രെയിനസ് സ്ട്രക്ചറിലെ ഡിപ്പോസിഷൻ മാത്രമല്ല, അവർ ഡീജനറേറ്റ് ചെയ്ത് കണ്ണാകെ പ്രശ്നമാക്കും. പക്ഷെ ഇവർ കോപ്പർ അയോൺസ് ചുമ്മാ മെംബ്രെയിനസ് സ്ട്രക്ചറിൽ പോയി ഡിപ്പോസിറ്റ് ആക്കുന്നു, അത്രേ ഉള്ളൂ. ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒന്നുമില്ല. ഒരു നല്ല കാര്യം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ ഇപ്പൊ മെംബ്രെയിൻ സ്ട്രക്ചർ എന്നല്ലേ പറഞ്ഞത്, ലെൻസിനെ ആലോചിക്കുക. ലെൻസിന്റെ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ കോപ്പർ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? ബ്രില്യൻ ഗോൾഡൻ ഗ്രീൻ കളറിൽ പെറ്റൽസ് ഓഫ് സൺഫ്ലവർ ആയിട്ട് അറേഞ്ച് ചെയ്യും. അതാണ് സൺഫ്ലവർ കാറ്ററാക്ട്. അതുപോലെ KF റിങ്, കേഷ് ഫ്ലീഷർ റിങ്. പിന്നെ റെറ്റിനയിൽ എന്താ? അതിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഗോൾഡൻ പ്ലേക്ക് ആയിട്ട്, പോസ്റ്റീരിയർ പോളിൽ ഗോൾഡൻ പ്ലേക്ക്. ഓക്കെ, താങ്ക് യു.